لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ മഹത്വമേറിയ വിശുദ്ധ റമളാൻ, ആ റമളാനിലേക്ക് പ്രവേശിക്കും മുമ്പേ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒന്ന് ഒരുങ്ങി തയ്യാറായി അതിനെല്ലാ നിയമങ്ങളും ചോദിച്ചും കേട്ടും പഠിച്ചുമൊക്കെ പരമാവധി നല്ല നിലയ്ക്ക് തന്നെ ഉപയോഗിക്കണം എന്ന അർത്ഥത്തിലാണല്ലോ അഹ്ലൻ റമളാൻ എന്ന പേരിൽ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. കേവലമായ ഒരു ചടങ്ങ് എന്ന നിലയ്ക്കല്ല, അതിനപ്പുറത്ത് പരമാവധി കുറ്റമറ്റ രീതിയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരുങ്ങേണ്ടത്. സാധാരണ ഹജ്ജിന് പോവുകയാണെങ്കിൽ ഒരുപാട് ഹജ്ജ് ക്ലാസ്സിന് ആളുകൾ പങ്കെടുക്കലുണ്ട്. 1, 2, 3, 4 ക്ലാസ്സിനൊക്കെ പങ്കെടുത്ത് പരമാവധി ചോദിച്ചടഞ്ഞ് പഠിച്ച് ഉറപ്പ് വരുത്തി ഞങ്ങൾക്ക് ആണെങ്കിലും മക്കത്തെത്തിയ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആരോടെ ചോദിക്കാൻ പറ്റും, അതിനെപ്പറ്റി ആളുകൾ അവിടെ ആരാ ഉള്ളത്, വിളിച്ചാൽ കിട്ടുന്ന ആളുകൾ ആരാ, അവരെ നമ്പറൊക്കെ ഒന്ന് വാങ്ങി ഇവിടെയും നമുക്ക് പരിചയമുള്ള ഉസ്താദന്മാർക്കൊന്ന് പറഞ്ഞ് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂട്ടോ, ഒരു മെസ്സേജ് ആയിക്കോട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് പോവുകയാണ്, വലിയ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഒരു ഹജ്ജിന് പോകാറുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ചെന്ന് ഇത്രയൊക്കെ മെനക്കെട്ട് ചെന്നിട്ട് അവസാനം പോരായ്മ ഉണ്ടായി ഈ അമൽ സ്വീകരിക്കപ്പെടാതിരിക്കരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയാണല്ലോ. ഈ സക്കാത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുറേ ഒക്കെ ചോദിച്ചടഞ്ഞ് ഉറപ്പ് വരുത്തി സംശയങ്ങൾ തീർത്ത് കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കണം എന്ന് ഒരു കൃത്യമായ ബോധമുള്ളവർ തന്നെയാണല്ലോ നമ്മിൽ എല്ലാവരും തന്നെ. എന്ന പോലെ തന്നെ റമളാനും അങ്ങനെ വരും പോകും എന്നല്ല, അതിനപ്പുറത്ത് ഒന്ന് മുൻകൂട്ടിയൊക്കെ ഒന്ന് ഒരുങ്ങി ചോദിച്ചടഞ്ഞ് അന്വേഷിക്കാനുള്ളതൊക്കെ അന്വേഷിച്ച് എൻ്റെ നോമ്പ് പരമാവധി കുറ്റമറ്റതായി മാറണം, അതിനെനിക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലമെല്ലാം കിട്ടണം എന്ന ആ ഒരു നിർബന്ധ ബുദ്ധിയാകണം ഇത്തരം സദസ്സുകളൊക്കെ സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം ഉണ്ടാവേണ്ടത് എന്ന് എന്നെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് നോമ്പ് എന്നത്. എന്തിനാണ് ഇപ്പം നമ്മളൊക്കെ നോമ്പ് വയ്ക്കുന്നത്? കുറേ കാലം നോമ്പ് വയ്ക്കുന്നത് പ്രായപൂർത്തി ആയത് മുതൽ, അതിന് മുമ്പേ തന്നെ തുടങ്ങിയതാണ് നമ്മളൊക്കെ നോമ്പെടുക്കൽ. 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സ് ഒക്കെ ആ സമയത്ത് തന്നെ വീട്ടിൽ നിന്നൊക്കെ ശീലിച്ച് അങ്ങനെ നോമ്പ് നോറ്റ് തുടങ്ങി. ഒറ്റ കൊല്ലവും മുടങ്ങാതെ അങ്ങനെ നമ്മളൊക്കെ കൊല്ലത്തൊരു മാസം നിർബന്ധമായും നോമ്പെടുക്കുന്നു. എന്തിനാ ഇപ്പം ഈ നോമ്പെടുക്കുന്നത്? 11 മാസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച നമ്മൾ 12ാമത്തെ മാസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ ഇപ്പം പടച്ചോന് പ്രത്യേകിച്ച് കിട്ടാള്? ഇപ്പം അതുകൊണ്ട് എന്തിനാ ഇപ്പം നമ്മളെ അങ്ങനെ ഇടങ്ങാറാക്കുന്നത്? നമ്മളാണ് ചോറുന്നപ്പോൾ അള്ളാഹ്ക്ക് എന്താ നഷ്ടം എന്ന ഒരു ചിന്തയിൽ നമ്മളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ഉത്തരം എന്താ? നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അള്ളാഹ്ക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ. ഭക്ഷണം കഴിച്ചാലും അള്ളാഹ്ക്ക് നഷ്ടമില്ല, കഴിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്കൊട്ട് ലാഭവുമില്ല. പിന്നെന്തിനാ പഠിച്ചോ നമ്മോട് നോമ്പ് വിളിക്കാൻ പറഞ്ഞത്? അത് നമുക്ക് ഗുണത്തിനാണ്. അള്ളാഹു തആലക്ക് അതുകൊണ്ട് നേട്ടമുണ്ടായിട്ടല്ല. ലോകത്തൊരൊറ്റ മനുഷ്യനും അള്ളാഹു തആല പറഞ്ഞ പോലെ നോമ്പ് നോറ്റില്ലെങ്കിൽ അള്ളാഹു തആലക്ക് വല്ല നഷ്ടവും സംഭവിക്കാനുണ്ടോ? ഇല്ല. ഇപ്പം റമളാൻ മാസം വന്നു, ആരും മൈൻഡിലേക്ക് എവിടെയും ഒരു ശ്രദ്ധയില്ല, ഒരാൾ നോമ്പ് നോക്കാനില്ല. അങ്ങനത്തെ ഒരു മാസം വന്നതേ ലോകത്ത് ചർച്ചയായില്ല എന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിന് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അല്ലൊരു കാര്യം പറഞ്ഞിട്ട് ആരും പരിഗണിച്ചില്ല, അല്ലാതെ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടാവോ? ഇല്ല. പിന്നെ റബ്ബ് എന്തിനു പറഞ്ഞു നോമ്പെടുക്കാൻ? അവിടെയാണ് ദീനിയായ കാര്യങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ദീനിൽ
നിയമമായി എന്തൊക്കെ പഠിപ്പിച്ചുവോ അതിനെല്ലാം ആത്യന്തികമായി ഒരു ലക്ഷ്യമുണ്ട്. എന്ത് നിയമമായിക്കോട്ടെ, സാമ്പത്തിക രംഗത്തോ കുടുംബജീവിതത്തിലോ അയൽപക്ക ബന്ധങ്ങളിലോ ഇബാദാത്തുകളിലോ കച്ചവടങ്ങളിലോ ഏതു രംഗത്തും അല്ലാഹു തആല നിശ്ചയിച്ച എന്ത് നിയമവും, ചില പാനീയം കുടിക്കാൻ പാടില്ല, ചിലത് കുടിക്കാൻ പാടുണ്ട്. ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചിലത് കഴിക്കാൻ പാടുണ്ട്. എന്തിനാപ്പം അങ്ങനെയൊക്കെ വെച്ചത്? ചായ കുടിക്കാം, മദ്യം കഴിക്കാൻ പാടില്ല. എന്താ അപ്പം മദ്യം കഴിച്ചോളി ഞാൻ അള്ളാഹ്ക്കോട് പറഞ്ഞാൽ വല്ല നഷ്ടം അള്ളാഹ്ക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ? ഈ നിയമങ്ങളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചതിന് പിന്നിൽ അടിസ്ഥാന ലക്ഷ്യം ഒറ്റ ഒന്നാണ്: മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ. മനുഷ്യരുടെ അല്ലെങ്കിൽ അടിമകളുടെ നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇസ്ലാമിൽ നിയമമുള്ളത്. അല്ലാത്ത നിയമമില്ല. വെറുതെ ഇടങ്ങാറാക്കാൻ വേണ്ടി നിയമം മതത്തിലില്ല. കുറേ ഫർള്, കുറേ സുന്നത്ത്, കുറേ നിർബന്ധമായത്, കുറേ കറാഹത്തായത്, കുറേ ഹറാമായത്, കുറേ ജായിസായത്, ഇതൊക്കെ എന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ വെച്ചത്? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്. അതല്ലാത്തൊരു നിയമം ദീനിൽ ഇല്ല. എന്ത് കാര്യമെടുത്തോളൂ അതെല്ലാം ഈ മസ്ലഹത്താണ്. മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടി അല്ലാത്ത നിയമം മതത്തിലില്ല. ആ മസ്ലഹത്ത് രണ്ട് രൂപത്തിലാകാം: ഒന്നുകിൽ ദുനിയാവിലെ മസ്ലഹത്ത്, അല്ലെങ്കിൽ ആഖിറത്തിലെ മസ്ലഹത്ത്. ഒന്നുകിൽ ദുനിയാവിലെ മസ്ലഹത്ത്, അല്ലെങ്കിൽ ആഖിറത്തിലെ മസ്ലഹത്ത്. മദ്യപിക്കരുത്. മദ്യപിച്ചാൽ ദുനിയാവിൽ കുറെ നഷ്ടങ്ങൾ മദ്യപിച്ച വ്യക്തിക്കുണ്ട്, അവൻ്റെ കുടുംബത്തിനുണ്ട്, അവൻ്റെ സമ്പത്തിനുണ്ട്, ആ നാടിനുണ്ട്. ആ നാട്ടിലെല്ലാവരും മദ്യപാനികളായി മാറിയാൽ ആ സമൂഹത്തിന് മൊത്തത്തിൽ ദോഷമുണ്ട്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല. എന്നാൽ ആ ദോഷങ്ങളൊന്നും ചായ കുടിച്ചാലില്ല. അപ്പോൾ ചായ കുടിക്കാൻ അള്ളാഹു തആല അനുവാദം തന്നു. വ്യഭിചാരം അള്ളാഹ് നിഷിദ്ധമാക്കി, ഹറാമാക്കി. എന്തിന്? വ്യഭിചാരം ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയെ ഇല്ലാതാക്കും, സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കും. പിതാവ് ആര് എന്നറിയാത്ത ഒരുപാട് മക്കൾ സമൂഹത്തിലുണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾ പിന്നെ സമൂഹത്തിന് ഒരു വലിയ ഭാരമായി മാറും. കുടുംബ സംവിധാനങ്ങൾ തകരും. സ്വസ്ഥതയും സമാധാനവും ആ സമൂഹത്തിൽ ഇല്ലാതാകും. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു വ്യഭിചരിക്കാൻ പാടില്ല. ഏതു നിയമമെടുത്താലും അതിന് എല്ലാം അടിസ്ഥാന ലക്ഷ്യം മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ ആജില, അല്ലെങ്കിൽ മസാലിഹുൽ ഇബാദ് അദ്ദുന്യവിയ്യ വൽ ഉഖ്റവിയ്യ. അടിമകളുടെ ദുന്യവിയായ ഐഹികമായതും പാരത്രികമായതുമായ ലക്ഷ്യം അവർ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടല്ലാതെ ഇസ്ലാമിൽ ഒരു നിയമം അല്ലാഹു തആല വെച്ചിട്ടില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് മതനിയമങ്ങളെ സ്വീകരിക്കാൻ മനസ്സറിഞ്ഞ് നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ എന്താ അതൊക്കെ ഈ ഒരു മതത്തിൻ്റെ ആളായി പെട്ടുപോയി, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇത് കാണാൻ പാടില്ല, ആകെ നിയമങ്ങളാണ്, ഇടങ്ങാറായിപ്പോയി എന്ന് തോന്നുന്നൊരവസ്ഥ വന്നേക്കാം. അതിനാണ് മഖാസിദു ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തിരിച്ചറിയുക എന്നത്. അങ്ങനെ നോക്കുമ്പോൾ നോമ്പ് കൊണ്ട് അല്ലാഹു തആല നമുക്ക് വെച്ച ഒരുപാട് മസ്ലഹത്തുകളുണ്ട്. ദുന്യാവിൻ്റെ മസ്ലഹത്തുണ്ട്, ഉഖ്റവിയായ പാരത്രികമായ മസ്ലഹത്തുകളുമുണ്ട്. ഒറ്റ ദിവസം നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് 70 കാതങ്ങൾ അവൻ്റെ മുഖം അകറ്റപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് ബഹുദൂരം അവൻ അകറ്റപ്പെടും. അവന് മാസം ഒന്നാകെ നോമ്പ് നോറ്റാലോ നരകവും അവനും തമ്മിലുള്ള ദൂരം ഒരുപാട് വർദ്ധിക്കും. മറുവശം സ്വർഗത്തിലേക്കുള്ള ദൂരം കുറഞ്ഞ് 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 വരും. ഒറ്റ നോമ്പിന് 70 കാതങ്ങൾ, 70 ഖരീഫൻ, 70 കാതങ്ങൾ അവൻ്റെ മുഖത്തെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് തന്നെ വലിയ നേട്ടമല്ലേ? ഇനി വേറെ ഒന്നുമില്ല വിചാരിക്കാം,
നോമ്പ് കൊണ്ട് മറ്റൊന്നുമില്ല എന്ന് കരുതിയാൽ പോലും ഇത് തന്നെ എത്ര വലിയ ലാഭമാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ എന്താ? നരകത്തിൽ രക്ഷപ്പെടുക, സ്വർഗത്തിലേക്ക് എത്തുക, അള്ളാഹിൻ്റെ പ്രീതി കിട്ടുക എന്നാണല്ലോ. എങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായ ഒരു അമലാണ് നോമ്പ്. മറ്റ് ഏത് അമലിലും ഇല്ലാത്ത സവിശേഷത നോമ്പിനുണ്ട്. ഫർളാവട്ടെ സുന്നത്താവട്ടെ, അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രമേ നോമ്പ് എന്ന ഇബാദത്ത് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി ഏത് അമലും ഒരു പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കാം. ആളുകളെ പേര് കിട്ടാൻ വേണ്ടി, ചില മോശത്തരം ഒഴിവാകാൻ വേണ്ടി ഒക്കെ ചില അമലുകൾ ചെയ്യും. സാധാരണ പള്ളിക്കൊന്നും വരാത്ത, നിസ്കാരം ഇല്ലാത്തൊരു മനുഷ്യൻ, അയാൾ പിന്നെ കാണാൻ പെട്ടെന്ന് ഇങ്ങനെ 5 വക്തിലും പള്ളിക്ക് സജീവമായി, എല്ലാ വക്തിലും ഭയങ്കര ഉത്സാഹം. അപ്പോൾ എന്തേ പോലെ പള്ളിക്ക് കാണുന്നു, ഒന്നല്ല മോളെ കെട്ടിക്കാനയക്കണ്, അന്വേഷണമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അയാൾക്ക് നിസ്കാരം ഇല്ല, പള്ളിക്കൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും നടക്കൂല. അപ്പോൾ പിന്നെ അവൻ പള്ളിക്കൊണ്ട് വന്നതാണ്. ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ആളെ പൊട്ടീസാക്കാൻ വേണ്ടി പല അമലും ചെയ്യും. എന്നാൽ ആളെ പൊട്ടീസാക്കാൻ വേണ്ടി നോമ്പെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആളെ പൊട്ടീസാക്കാൻ നോമ്പ് നോക്കണ്ട, നോറ്റമാരി കാട്ടിയാൽ പോലെ. നോമ്പൊറ്റമാരി കാട്ടി നോമ്പെടുക്കാൻ വരും, ഉഷാറായി എടുക്കും, ബാങ്ക് കൊടുത്തോ വെച്ചാണ് ഇങ്ങനെ കാലയ്ക്കും കയ്യെ പിടിച്ചിരിക്കും. ഉച്ചക്ക് പള്ളർച്ച് ചോദിച്ച് പോകുന്നതാണോ അല്ലെന്ന് ആർക്കറിയാം? അതിപ്പോൾ ആർക്കും അറിയില്ലല്ലോ. അപ്പം എന്നിട്ടും ഒരു മനുഷ്യൻ നോമ്പെടുക്കുന്നുവെങ്കിൽ അത് പടച്ച റബ്ബിന് വേണ്ടി മാത്രമാണ്. വേറെ ആർക്ക് വേണ്ടിയും ഓൻ നോമ്പെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എടുത്ത പോലെ അഭിനയിക്കാൻ പറ്റും, നിസ്കരിച്ച പോലെ അഭിനയിക്കാൻ കഴിയുമല്ലോ. ഓൻ നിസ്കരിക്കാനേ വേണം. അപ്പം ഇഖ്ലാസ് ഇല്ലാതെയും നിസ്കരിച്ചേക്കാം, ഇഖ്ലാസ് ഇല്ലാതെയും സ്വതക്ക ചെയ്തേക്കാം, ഇഖ്ലാസ് ഇല്ലാതെയും ഹജ്ജിനും ഉംറക്കും പോയേക്കാം. എന്നാൽ ഇഖ്ലാസ് ഇല്ലാതെ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു നോറ്റ പോലെ അഭിനയിച്ചടക്കാൻ കഴിയും. അപ്പോഴത്തെ നോൽക്കുന്നുവെങ്കിൽ ഇഖ്ലാസ് ഉണ്ട്. അത് അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, എല്ലാ അമലും മനുഷ്യർക്കുള്ളതാണ് ഇല്ല സൗം, നോമ്പൊഴികെ. അത് എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം കൊടുക്കുക. എല്ലാ അമലും നമ്മൾ ചെയ്യുന്ന അല്ലാഹ്ക്ക് തന്നെയാണ്. പക്ഷെ അല്ലാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഏക അമൽ നോമ്പാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷേ എവിടെങ്കിലും വെച്ച് അല്ലാഹു അല്ലാത്ത ഒരാളെ കൂടി അതിൽ പങ്കു ചേർക്കാൻ ചില അവസരങ്ങൾ ഉണ്ട്. ഏതിനും എത്ര ഇഖ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവില്ല. നല്ല ആത്മാർത്ഥമാണ് എന്നൊക്കെ പറയും, പക്ഷേ ആത്മാർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇഖ്ലാസ് എന്ന ചെറിയ കാര്യമില്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയോട് ചോദിക്കുന്നത് എന്താണ് ഇഖ്ലാസ്? അദ്ദേഹം കൊടുത്ത വിശദീകരണമുണ്ട്. അൻ യകൂനൽ മദ്ഹു വദ്ദമ്മു ഫി ഹഖ്ഖിഹി സവാ. ആക്ഷേപവും പ്രശംസയും അവന് ഒരുപോലെ ആയി മാറുക, അതാണ് ഇഖ്ലാസ്. ആക്ഷേപിച്ചാലും തോന്നുന്നില്ല, പ്രശംസിച്ചാലും മുന്നോട്ട് തോന്നുന്നില്ല. ഞാൻ ക്ലാസ്സൊക്കെ എടുത്തു, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സംഘാടനം വിളിച്ചു, മൗലവി നിങ്ങളെ ക്ലാസ് തീരെ ശരിയായില്ല കേട്ടോ, എന്തേ പറ്റുങ്ങൾക്ക് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നാൻ ഞാൻ അടുത്തൊരു ഡേറ്റ് വയ്ക്കട്ടെ, അപ്പോൾ കാണിച്ചു കൊടുക്കുക ബാക്കിയപ്പോൾ എന്ന് തോന്നുകയാണെങ്കിൽ ഇഖ്ലാസ് ഇല്ലാന്ന്. ആക്ഷേപം ഭയന്നിട്ടാണ് അപ്പോൾ പണിയെടുത്തത്. അല്ല ഭയങ്കര ഉത്സാഹമായിട്ട് നല്ല ക്ലാസ് നിങ്ങൾ വിചാരിച്ച പോലെ ആയി എന്ന് പറഞ്ഞാലോ തിരക്കിടില്ല എന്ന് തോന്നുകയാണെങ്കിലോ അവിടെ ഇഖ്ലാസ് ഇല്ല. ആക്ഷേപം അവന് പ്രശ്നമല്ല, പ്രശംസയും അവന് പ്രശ്നമല്ല. കാരണം പ്രശംസിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല, ആക്ഷേപം ഭയന്നും ചെയ്തിട്ടില്ല. അതാണ് ഇഖ്ലാസ്. ഇനി നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. നമ്മൾ സജീവമായി മണ്ടിപ്പാഞ്ഞ് പ്രവർത്തിച്ച് എല്ലാ മീറ്റിങ്ങും എല്ലാത്തിനും ഇടപെട്ട് ഭയങ്കര ഉഷാറായി, അവസാനം ഒരു മീറ്റിംഗ് വന്നപ്പോൾ ഭയങ്കര ആക്ഷേപം. നമ്മൾ ചെയ്ത പണിക്കൊക്കെ പട കുറ്റം പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളാണ് നോക്കി, ഞാനില്ല, ഇത് ഒന്നും നിങ്ങളാരും ഉണ്ടാവില്ല, അവസാനം പറയാൻ എല്ലാവരും ഉണ്ട്, നിന്നെ കൊണ്ടാവില്ല. അതിനർത്ഥം എന്താണ്? ഓൻ ചെയ്തത് ആത്മാർത്ഥമായിട്ടല്ല. അതാണ് ശരിയായ ഇഖ്ലാസിൻ്റെ ലക്ഷണം. അങ്ങനെ ചെയ്യേണ്ടുന്ന, അങ്ങനെ മാത്രം ചെയ്യാവുന്ന ഏക അമൽ നോമ്പാണ്. ബാക്കിയുള്ളതൊക്കെ ഇഖ്ലാസ് ഇല്ലാതെയും ചെയ്തേക്കാം, ഇഖ്ലാസ് ഉണ്ടായിക്കൊണ്ടും ചെയ്തേക്കാം. അതുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അത് വേറെ ആർക്കും അളന്ന് കണക്കാക്കാൻ കഴിയുകയില്ല.
ഇപ്പം ഇഫ്താർ പാർട്ടിയിൽ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട്, അവരൊക്കെ നോമ്പ് വെച്ചതല്ലോ. അതാണ് നോമ്പിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ നോമ്പിനുണ്ട്. അത് റമദാനിലാകുമ്പോഴോ മഹത്വം പിന്നെയും കൂടിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഹദീസാണ്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പ്രതിഫലേച്ഛയോടെ വിശ്വാസത്തോടെ റമദാനിൽ നോമ്പ് നോറ്റാൽ കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടുന്ന അത് വലിയ നേട്ടമാണ്. ഇങ്ങനെ വാരിക്കോരി ഓഫറുകൾ നൽകപ്പെട്ട ഒരു അമലാണ് നോമ്പ് എന്നത്. നോമ്പൊരു പരിചയമാണ്. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയമാണ്. യുദ്ധത്തിലൊക്കെ സാധാരണ പഴയ കാലത്ത് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരു കയ്യിൽ വാളും മറു കയ്യിൽ പരിചയമുണ്ടാകും. ഒന്ന് വെട്ടാൻ, മറ്റൊന്ന് വെട്ട് തടുക്കാൻ. അതിനാണ് പരിച എന്ന് പറയുക. വാള് കൊണ്ടുള്ള അക്രമത്തെ തടുക്കാനുള്ള പരിച പോലെ നരകത്തെ തടുക്കാനുള്ള പരിചയമാണ് നോമ്പ്. അപ്പം നോമ്പ് ആത്മാർത്ഥമായി നോറ്റാൽ നരകത്തു നിന്നാണ് ഓന് രക്ഷ കിട്ടുന്നത്. അത് നോമ്പിൻ്റെ പ്രത്യേകതയാണ്. നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, രണ്ട് ഇൻദ ലിഖാഇ റബ്ബിഹി, അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. സ്വർഗത്തിലെ 8 കവാടമാണ്. ഒരു കവാടം നോമ്പുകാർക്ക് മാത്രമാണ്, വേറെ ആരും പ്രവേശിക്കുക. അതിലൂടെ ഒരാളും കടക്കൂല. ഇല്ല സ്വാഇമൂൻ, നോമ്പുകാരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കില്ല. അത്തരമൊരു കവാടം സ്വർഗത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് മഹത്വമുള്ള ഒരു അമല് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അതങ്ങാണ്ട് വന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല. നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട്, ഒരു അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ എത്രയാണ് നമ്മുടെ നഷ്ടം. ആ നിലക്കാണ് ഇത്തരം പ്രോഗ്രാമുകളെ നമ്മൾ കാണേണ്ടത്. അതൊന്ന് ഒരുങ്ങുക. അതാണ് ഞാൻ ആദ്യം ഓതിയ ആയത്ത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. സൂറത്തുൽ ബഖറയിലാണ് ആയത്ത്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ പരാമർശിക്കുന്നത്. നബിതങ്ങളുടെ കാലത്ത് ഹജ്ജ് വാജിബായി അള്ളാഹു തആല നിശ്ചയിച്ചു. അതിന് ഹജ്ജിന് പോയപ്പോൾ ചിലരൊക്കെ ഹജ്ജിനല്ലേ പോണത്, അതുകൊണ്ട് തുണിക്കുപ്പായം വരെ എടുക്കാതെ പോയി. കയ്യിലൊന്നുമില്ല, തുണിക്കുപ്പായില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, നമ്മൾ തവക്കുലാക്കി ഹജ്ജിന് പോകല്ലേ, അതൊക്കെ അള്ളാഹ് എവിടെയെങ്കിലും ഭക്ഷണം തന്നോളും എന്നും പറഞ്ഞിട്ട് അങ്ങനെ കയ്യും വീശി പോയ ആളുകളുണ്ട്. അള്ളാഹ് ആയത്രയ്ക്ക് അത് പറ്റൂലാന്ന്. വതസവ്വദു, നിങ്ങൾ യാത്രാ വിഭവം കൂടെ കരുതണം. അള്ളാഹിൻ്റെ വഴിക്ക് പോകാം, അള്ളാഹ് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഭക്ഷണം വെള്ളവും ഇല്ലാതെ പോയിക്കൂടാ. നേരെ മറിച്ച് വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള വിഭവങ്ങളെ, പാഥേയത്തെ നിങ്ങൾ കൂടെ കരുതണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, എന്നാൽ ഏറ്റവും നല്ല യാത്രാ വിഭവം തഖ്വയാണ്. ഭക്ഷണവും വെള്ളവും ലഗേജും മാത്രം പോരാ, അതിൻ്റെ കൂടെ തഖ്വയാകുന്ന ലഗേജ് കൂടി കൂടെയുണ്ടാകണം. അതെല്ലാത്തിലേക്കും ബാധകമാണത്. ഒരു തസവ്വദു, നിങ്ങൾ യാത്രാ വിഭവം ശേഖരിക്കുക. ജീവിതം ഒരു യാത്രയാണ്. ജീവിതം യാത്രയാണ്. ആലമുൽ അർവാഹിൽ ആരംഭിച്ച യാത്ര. ഇപ്പോൾ നമ്മൾ ആലമുദ്ദുന്യയിൽ ആണുള്ളത്. ശരീരവും ആത്മാവും ഒന്നിച്ചുകൂടി ഈ ദുനിയാവിലേക്ക് ജനിച്ചു വന്ന് ഇവിടെ നമ്മൾ സഞ്ചാരം തുടരുന്നു. ഇനി ശരീരവും ആത്മാവും വേർപിരിഞ്ഞ് ബർസഖി ലോകത്തേക്ക് ഈ യാത്ര തുടർന്നു പോകുന്നു. അവിടെ ശരീരം മണ്ണിൻ്റെ ഭാഗമായി മാറി ആത്മാവ് ഇല്ലിയിലോ സിജ്ജിയിലോ ആയി രേഖപ്പെടുത്തപ്പെട്ട് ബർസഖി ലോകത്ത് കഴിഞ്ഞുകൂടുന്നു. പിന്നീട് ആലമുൽ ആഖിറ, ദാറുൽ ആഖിറ, പരലോക ഭവനത്തേക്ക് ശരീരവും ആത്മാവും വീണ്ടും സംഗമിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. അത് അവസാനം ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ ചെന്നെത്തുന്നു. അവിടുന്ന് അങ്ങോട്ട് അറ്റമില്ലാത്ത ജീവിതം. സ്വർഗത്തിലാണെങ്കിലും അറ്റമില്ല, നരകത്തിലാണെങ്കിലും അറ്റമില്ല. ഒരു യാത്രയാണ് ജീവിതം. ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ദുനിയാവ്. ദുനിയാവെന്നാൽ ദാറുൽ അമൽ, അമലിൻ്റെ ലോകമാണ്. അൽയൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബും വലാ അമൽ എന്നാണല്ലോ. ഇന്ന് അമലാണ്, ഹിസാബില്ല. നാളെ ഹിസാബാണ്, അമലില്ല. രണ്ട് ലോകമാണ് ശരീരവും ആത്മാവും സംഗമിക്കുന്നത്. ഒന്ന് ദുനിയാവിൽ ശരീരവും ആത്മാവും സംഗമിക്കും, അവിടെ അമൽ ചെയ്യുക. പരലോകത്ത് വീണ്ടും ശരീരവും ആത്മാവും സംഗമിക്കും, അവിടെ അമൽ ചെയ്യാൻ കഴിയില്ല. ചെയ്ത അമലിൻ്റെ
പ്രതിഫലം അനുഭവിക്കുക. ഈ യാത്രയിൽ യാത്രാ വിഭവങ്ങളെ ശേഖരിക്കണം. അതാണ് വതസവ്വദു, നിങ്ങൾ യാത്രാ വിഭവത്തെ ശേഖരിക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല സാദ്, ഏറ്റവും നല്ല യാത്രാ വിഭവം, ഏറ്റവും നല്ല ലഗേജ് തഖ്വയാണ്. തഖ്വയാകുന്ന വിഭവത്തെ ശേഖരിച്ചുകൊണ്ട് വേണം ഈ യാത്രയിൽ. ആ വിഭവങ്ങളാണ് ഈമാൻ, ആ വിഭവങ്ങളാണ് അമലു സ്വാലിഹ്. സ്വർഗം കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യത അത് രണ്ടുമാണ്. സ്വർഗം കിട്ടാൻ ചില യോഗ്യത വേണം. സ്വർഗം ഫ്രീ ആണ്. സ്വർഗം അല്ലാഹു തആല നമുക്ക് അവൻ്റെ ഔദാര്യമായി തരാണ്. നമ്മൾ അമല് കൊണ്ടല്ല സ്വർഗം കിട്ടുന്നത്, അമല് കൊണ്ടല്ല സ്വർഗം കിട്ടുക. നമ്മളെ അമലും സ്വർഗം കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്മളെ അമലുണ്ട്. നബി തങ്ങൾ സ്വർഗം കണ്ടു ഗ്രഹണ നിസ്കാരത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ആ സ്വർഗത്തിൽ ഒരു മുന്തിരിക്കുല താഴ്ന്നു വരുന്നത് ഞാൻ കണ്ടു. ആ മുന്തിരിക്കുല പറിക്കാൻ വേണ്ടി ഞാനൊന്ന് മുന്നോട്ട് ഒന്നങ്ങ് ഓങ്ങി, പക്ഷെ കിട്ടിയില്ല. അതെങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല പറിച്ചെടുത്ത് ദുന്യാവിലേക്ക് അതുമായി കൊണ്ടുവരാൻ പറ്റിയിരുന്നുവെങ്കിൽ ദുനിയാവ് എത്ര കാലം ബാക്കിയുണ്ടാകുമോ അത്രയും കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷിക്കാൻ അത് മതിയാകുമായിരുന്നു. ഒരു മുന്തിരിക്കൊല ദുന്യാവൊക്കെ കിട്ടിയാൽ പിന്നെ വേറെ ഭക്ഷണം വേണ്ട. ദുന്യാവിൽ പിന്നെ ഒരു മനുഷ്യനും വേറെ ഒന്നും വേണ്ട, അത് മതി എല്ലാവർക്കും ഭക്ഷിക്കാൻ, ഖിയാമത്ത് വരെ തിന്നാൻ അത് മതി. അതാണ് സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുലയെ പറ്റി പറഞ്ഞത്. ഒരു ചാട്ടവാറ കുത്താൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ സ്വഹീഹുൽ ജാമിഉ സ്വഗീറിൽ ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ്. ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ സ്ഥലം കിട്ടുകയാണെങ്കിൽ അതാണ് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലെ മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് ഒരു ചാട്ടവാർ ഇങ്ങനെ കുത്തിവെക്കാൻ സ്ഥലം കിട്ടിയാൽ. അപ്പോൾ ആ സ്വർഗം നമ്മളെ ഈ നിസ്കാരത്തിന് നോമ്പിലൊക്കെ ഇവിടെ പകരം കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് മാത്രം എന്ത് നിസ്കാരം നോമ്പാണ് നമ്മളെത്തുള്ളത്? ഇപ്പോൾ സ്വർഗം എന്നത് നമ്മുടെ ഒരു അമലിന് പകരമായി തരാൻ മാത്രം വിലയില്ലാത്തതല്ല സ്വർഗം. അതുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ചത് സ്വർഗം ഫ്രീ കൊടുക്കുക എന്നാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹ് സൗജന്യമായി കൊടുക്കുക. പക്ഷെ ഫ്രീ കൊടുക്കുമ്പോഴും ചില യോഗ്യതകൾ ഉണ്ടാകണം, ഒരിക്കൽ ഫ്രീ ഇട്ടുള്ളൂ. ദുന്യാവിൽ പല സംഗതിയും ഫ്രീ ഉണ്ടല്ലോ. ഫ്രീ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് വെറുതെ വാരിക്കൊലി കൊടുക്കുമോ? അതിനും ആവശ്യമായ കുറേ സംഗതികളുണ്ട്. റേഷൻ കടയിൽ പോയ അരി ഫ്രീ ഉള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഏതായാലും ഫ്രീ കൊടുക്കില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നാളി തന്നാലോ, അത് തരൂല. അതിന് കാർഡ് ചോപ്പാകണം, ആ കാർഡിൽ ഓൻ ഉണ്ടാകണം, ഓൻ കയ്യച്ചാൽ കയ്യ അവിടെ ശരിയാകണം. എന്താ ഏതായാലും ഫ്രീ അല്ല, എന്തിനാ അപ്പം അതൊക്കെ? ആ സഞ്ചയിക്കുന്നത് തന്നാൽ മതി എന്താ പറഞ്ഞാൽ അത് കൊടുക്കൂല. ഫ്രീ ആണെങ്കിലും ഉണ്ട് ചില നിബന്ധനകൾ. സർക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സ ഫ്രീ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഒരുപാട് സംഗതി ഉണ്ട്, അപ്പോഴേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഫ്രീ ആണെന്ന് കരുതിയിട്ട് വെറുതെ കയറി വരുന്ന എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കാനുള്ളതല്ല. വീടിന് സഹായം കിട്ടും പല ഏജൻസിന്നും, അതിനും ഓൻ 100 കൂട്ടം പേപ്പർ കൊണ്ടേ കൊടുക്കണം. ഓൻ്റെ വരുമാനവും ഓൻ്റെ ജാതിയും ഓൻ്റെ മതവും ഓൻ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണെന്നുള്ളതും ഓൻ്റെ പറമ്പുണ്ട് എന്നുള്ളതും ഇത് എല്ലാം തെളിയിച്ചെങ്കിലേ അവിടുന്ന് ഫ്രീ ഇട്ടുള്ളൂ. അല്ല ഏതായാലും ഫ്രീ അല്ല, എന്താ അപ്പം അതൊക്കെ നോക്കാൻ എന്നില്ല. അപ്പം സ്വർഗം ഫ്രീ ആണ്, അള്ളാൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യം കിട്ടണമെങ്കിൽ ചില യോഗ്യതകൾ ഉണ്ടാകണം. ആ യോഗ്യത അസ്ലിയായിട്ട് 2 യോഗ്യതയാണ്. ഒന്ന് ഈമാൻ, മറ്റൊന്ന് അമലു സ്വാലിഹ്. അതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് തുടങ്ങിയ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അല്ലാഹു തആല പഠിപ്പിച്ചതാണ് ഈമാനും അമലു സ്വാലിഹും. അത് രണ്ടുമാണ് അടിസ്ഥാന യോഗ്യത. അതുകൊണ്ട് ഈമാനില്ലേ അവന് സ്വർഗം കിട്ടൂല, അമലു സ്വാലിഹില്ലേ അവന് സ്വർഗമില്ല. ഇത് രണ്ടും അടിസ്ഥാന യോഗ്യതയാണ്. ആ യോഗ്യത തെളിയിച്ചാൽ അള്ളാഹിൻ്റെ വക ഔദാര്യമായി സൗജന്യമായി സ്വർഗം ലഭിക്കും. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരാളും അമല് കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല.
അമല് കൊണ്ട് ഒരാളും സ്വർഗത്ത് പോകൂലാന്ന്. അപ്പൊ ചോദിച്ചു, നബിയെ നിങ്ങളോ? ഞാനും അങ്ങനെ തന്നെയാണ്. വല അന, ഞാനും സ്വർഗത്തിൽ പോവില്ല അമലിന്റെ ആധിക്യം കൊണ്ട്. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാതല്ലാതെ എനിക്കും അമലിന്റെ ആധിക്യം കൊണ്ട് സ്വർഗം കിട്ടൂല. അപ്പം നമ്മൾ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജൊക്കെ അതൊക്കെ തൂക്കി കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് സ്വർഗം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനുള്ള വകുപ്പ് ഉണ്ടാവില്ല. പിന്നെ എന്തിനാണിതൊക്കെ? ഇതൊരു യോഗ്യത ബോധ്യപ്പെടുത്തലാണ്. റബ്ബ് കൊടുക്കുന്ന ഔദാര്യം ലഭിക്കാൻ ഞാൻ യോഗ്യനാണ്, അവൻ്റെ ഫ്രീ ആണ്, ആ ഫ്രീ കിട്ടാൻ ഞാൻ അർഹനാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയുടെ കിതാബുണ്ട്, മിഫ്താഹു ദാരിസ് സഅദ. മിഫ്താഹു ദാരിസ് സഅദ, സ്വർഗത്തിൻ്റെ താക്കോൽ, അതാണ് കിതാബിൻ്റെ പേര്. സ്വർഗത്തിൻ്റെ മിഫ്താഹ്. അത് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, സ്വർഗം ഔദാര്യമാണെങ്കിലും ഈ യോഗ്യത ഒത്താക്കെ ആ ഔദാര്യം കിട്ടുകയുള്ളൂ. വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് പ്രഗത്ഭനായ താബിഈയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അലൈസ മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിൻ്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ എന്നാണ്. അതെ, താക്കോലാണ്. അപ്പോൾ ലാ ഇലാഹ നമുക്ക് കണ്ടല്ലോ, പിന്നെന്താ ബേജാർ? താക്കോലുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് താക്കോലുണ്ടല്ലോ, പിന്നെന്താ പേടിക്കാൻ? അദ്ദേഹം വിശദീകരണം കൊടുത്തത്, ഏത് താക്കോലാണെങ്കിലും ശരി, എല്ലാ താക്കോലിലും ചില പല്ലുകൾ ഉണ്ടാകും. ഏത് താക്കോലുമുണ്ട് ചില പല്ലുകൾ. ശരിയായ പല്ലുള്ള താക്കോലുമായി ചെന്നാൽ തുറക്കാൻ പറ്റും, ഇല്ലേ തുറക്കാൻ കഴിയില്ല. താക്കോലിൻ്റെ ഒരു പല്ല് ലേശം വളഞ്ഞാൽ പിന്നെ താക്കോലുകൊണ്ട് കാര്യമില്ല. ഒരു പല്ല് പൊട്ടിയാൽ പിന്നെ തുറക്കൂല, തുരുമ്പിടിച്ചാൽ പിന്നെ തുറക്കൂല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് താക്കോൽ. പക്ഷെ ആ താക്കോലിലെ എല്ലാ പല്ലും ശരിയാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചെറിയൊരു പൊട്ടും ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുറക്കാൻ സ്വർഗകവാടം പറ്റുകയില്ല. താബിഈയായ വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അന്ന് കൊടുത്ത വിശദീകരണമാണ്. അതുകൊണ്ട് ആ ന്യായം പറഞ്ഞ് നടക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതല്ലേ താക്കോല് കയ്യിലുണ്ടല്ലോ, പിന്നെ തുറക്കാൻ ബുദ്ധിമുട്ടാവൂല. ആ താക്കോലുണ്ടായാൽ പോരാ, ശരിയായ പല്ലുള്ള താക്കോലാകണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പം ആ നിലക്കുള്ള ഒരു തിരിച്ചറിവും അതനുസരിച്ചുള്ള ഒരുക്കവുമാണ് സഹോദരങ്ങളെ നമ്മൾ നടത്തേണ്ടത്. ജീവിതമാകുന്ന യാത്രയിൽ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ചില യാത്രാ വിഭവങ്ങൾ, പാഥേയം നമുക്ക് ആവശ്യമാണ്. ആ വിഭവങ്ങൾ ശേഖരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച വ്യത്യസ്തമായ വഴികളുണ്ട്. അങ്ങനെ വിഭവം ശേഖരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭം, ഒരു സീസണാണ് റമദാൻ എന്നത്. ഏതായാലും ഒരു യാത്രയാണ്, ആ യാത്രയിൽ വിഭവങ്ങൾ അത്യാവശ്യവുമാണ്. ഭൗതികമായി ഏതു യാത്രക്കും നമ്മൾ നേരത്തെ ഒരുങ്ങാറുണ്ട്. ഒരു കാര്യമായ യാത്രയാണെങ്കിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ വാഹനം ആദ്യം ഏർപ്പാടാക്കി വെക്കും, എന്തെല്ലാം കൊണ്ടുപോകണമെന്ന് പ്ലാൻ ചെയ്യും, അതിനു വേണ്ട എല്ലാ സംഗതികളും രേഖകളും എല്ലാം റെഡിയാക്കി വെക്കും. അല്ലാതെ സമയമാകുമ്പോൾ പോയാൽ മതി എന്ന് വിചാരിക്കാറില്ല. ഏതു യാത്രക്കും യാത്രാ ഒരുക്കങ്ങൾ ആവശ്യമാണ്. ജീവിതമാകുന്ന യാത്രയിൽ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ യാത്രാ വിഭവങ്ങൾ കയ്യിൽ കരുതണം. ആ വിഭവങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും നല്ല സമയമാണ് റമദാൻ എന്നത്. ഒരു ഹജ്ജ് യാത്ര ഉണ്ടെങ്കിൽ, പ്രാവശ്യം ഹജ്ജിന് പൈസ കൊടുത്ത് അപേക്ഷ കൊടുത്ത് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരിങ്ങനെ പല വഴിക്കും പോകുമ്പോൾ പല കച്ചവടം കാണുമ്പോൾ ആ ബാഗ് വാങ്ങിയ തരക്കിടില്ല, ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടാകാലോ, ഈ പുതപ്പത് വാങ്ങിയ തരക്കിടില്ല, ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടാകാലോ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പറ്റിയ വല്ല മാർക്കറ്റോ വല്ല ഡിസ്കൗണ്ടോ വല്ല സീസണോ എവിടെയും കണ്ടാൽ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കും. എന്തിനാ അത്? 4 മാസം കഴിഞ്ഞിട്ട് യാത്ര ഉണ്ട്, അതിനു വേണ്ടി ഇപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ചടക്കണം നമ്മൾ. എന്ന പോലെ ഏത് സമയത്തും ഉണ്ടാകാവുന്നൊരു യാത്ര, പരലോകത്തേക്കുള്ള യാത്ര, അതിനാവശ്യമായ വിഭവങ്ങളെ ശേഖരിക്കാൻ ഒരു നല്ല സീസൺ, ഏറ്റവും നല്ല സമയം റമദാൻ. ആ റമദാൻ വരുമ്പോൾ മാക്സിമം അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ശേഖരിച്ച് വെക്കാൻ കഴിയുമോ അതൊക്കെ ശേഖരിക്കുക. അതാണ് വതസവ്വദു,
ഫഇന്ന ഖൈറസ്സാദി തഖ്വ. എത്ര വിഭവങ്ങൾ ശേഖരിക്കാൻ പറ്റുമോ അതെല്ലാം ശേഖരിക്കുക. ആ ഒരു മനസ്സുണ്ടായാൽ തന്നെ ലാഭമാണ്. എല്ലാ അമലും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയണം എന്നില്ല. പക്ഷെ എല്ലാ നന്മയിലും ഭാഗവാക്കാകണം എന്നൊരു മനസ്സുണ്ടായാൽ ഒരുപാട് ഖൈറുകളെ നേടിയെടുക്കാൻ നമുക്ക് പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെക്കുറിച്ച് ഹദീസിൽ വന്നൊരു പദപ്രയോഗം കാണാം. കാന അജ്വദന്നാസ്. കാന അജ്വദന്നാസ്. ആ നാട്ടിലെ ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ നബിതങ്ങളായിരുന്നു. മദീനയിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാര് എന്ന ചോദ്യത്തിന് ഉത്തരം അല്ലാഹുവിന്റെ റസൂൽ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ അല്ലാഹുവിന്റെ റസൂലാണോ? അല്ല. ഒരു പക്ഷേ ആ നാട്ടിലെ ഏറ്റവും പാവങ്ങളെ ലിസ്റ്റെടുത്താൽ ആ പാവങ്ങളിൽ ഒരു ആള് അല്ലാഹുവിന്റെ റസൂലായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം 2 മാസം തീ കത്താത്ത വീടാണ് നബിതങ്ങളുടെ വീട്. 2 മാസം തുടർച്ചയായി തീ കത്തിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പച്ചവെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയത്. ചിലപ്പോൾ നബി ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളി കുറച്ചേരം ഇരുന്ന് സ്വഹാബികളുമായൊക്കെ സംസാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വരും. കഴിക്കാൻ വല്ലതുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. പച്ചവെള്ളം മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പുറത്തെ ഭാര്യൻ്റെ വീട്ടിൽ ചെല്ലും, ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ചെല്ലും, ഒരാളെ വീട്ടിലും ഒരു സാധനം തിന്നാനില്ല. അപ്പം നബി തങ്ങൾ പറയും, എന്നാ ഞാൻ നോമ്പ് പോയിക്കാണ്, ഇന്നെനിക്ക് നോമ്പാകുന്നു. അതാണ് നബിതങ്ങളുടെ വീട്. നബിതങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ അരക്ക് ഉയരത്തിൽ ഉരുളക്കല്ലുകൾ കുത്തിച്ചാരിങ്ങനെ വെച്ച ചുമരാണ്. അവിടെ ആ മലമെന്നൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടുവന്ന കല്ല് അതിങ്ങനെ കുത്തി കുത്തി ഉണ്ടാക്കിയ ഒരു ഹാഫ് ചുമര്. അതിനു മീതെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് ഇങ്ങനെ മറച്ചതാണ് ബാക്കി ചുമരൊക്കെ. ഇടയ്ക്കൊരു തൂണ് ഈത്തപ്പന തടി വെട്ടിക്കൊടുന്നിട്ട് തൂണാക്കി വെച്ചതാണ്. മേൽക്കൂര ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതാണ്. വാതില് ഈത്തപ്പൻ്റെ ഓല മെടഞ്ഞ് ഒരു വാതിലാക്കി വെച്ചതാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രായപൂർത്തിയോട് അടുത്ത ഒരു കുട്ടി, ഒരു 9 വയസ്സ് 10 വയസ്സ് 11 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടി ഞങ്ങളെ വീട്ടിൽ നിന്നിട്ട് കൈ പൊന്തിച്ചാൽ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. അതാണ് നബിതങ്ങളുടെ വീട്. ആ വീട്ടിൽ 2 മാസം തീ കത്തിയിട്ടില്ല. ആ വീട്ടുകാരനെ പറ്റി പറയുന്നു, കാന അജ്വദന്നാസ്. നബിതങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. അപ്പൊ എങ്ങനെയപ്പത് പരിപാടി? നബിതങ്ങൾ പ്രഖ്യാപിച്ചത് കാണാം ഹദീസിൽ, മൻ തറക ദൈനൻ ഔ ഇയാദൻ ഫഇലയ്യ ഔ അലയ്യ. ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ കടം ബാക്കി വെച്ചുകൊണ്ട് മരിക്കുന്നുവെങ്കിൽ, അധ്വാനിക്കാൻ പ്രായമാകാത്ത ചെറിയ ചെറിയ മക്കളെ മാത്രമാക്കിക്കൊണ്ട് വല്ല വാപ്പാരും മരിച്ചു പോകുന്നുവെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചോളി, ഞാൻ ഏറ്റോളാം. ആര് മരിച്ചാലും കടമുണ്ടോ ഞാൻ ഏറ്റു. ഒരാൾക്ക് മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കളാണോ ഉള്ളത് എങ്കിൽ ഇങ്ങോട്ട് അയച്ചോളൂ, ഞാൻ ഏറ്റോളാം, ഞാൻ നോക്കിക്കോളാം പോലെ കാര്യം. ഫമൻ തറക മാലൻ ഫലിവറസതിഹി. മരിക്കുമ്പോൾ സ്വത്ത് ബാക്കിയുണ്ടോ അത് അവകാശികൾ എടുത്തോട്ടെ, അത് നിങ്ങൾ കൊടുത്തേച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല. അത് അവകാശികൾ എടുത്തോട്ടെ. എന്നാൽ കടമുണ്ടോ എൻ്റെ അടുത്തേക്ക് വിട്ടോളി, ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇപ്പം നബിയുടെ അടുത്തുള്ളത്? ഒന്നുമില്ല. പക്ഷെ ആ ഒരു മനസ്സാണ്, ആ ഒരു മനസ്സ്. എന്ത് പ്രശ്നമുണ്ടോ ഇങ്ങോട്ട് വന്നോളി, അത് ഞാൻ ശരിയാക്കാം, അത് നമുക്ക് നോക്കാം, അതെന്തെങ്കിലും ചെയ്യാം, അത് നമുക്ക് ഏറ്റെടുക്കാം, ആ ഉത്തരവാദിത്തം ഏൽക്കാമെന്ന മനസ്സ്. അത് ഏതെങ്കിലുമൊക്കെ വഴിക്ക് അതങ്ങനെയാണ് പൂർത്തിയായി പോകും. ആ മനസ്സ് നമുക്കുണ്ടായാൽ മതി. ഏതു നന്മയിലും ഭാഗവാക്കാവണം. കഴിഞ്ഞ കൊല്ലമാണോ അതിന് മുമ്പത്തെ കൊല്ലം എനിക്ക് ഉറപ്പില്ല, റമദാൻ മാസം ജാമ്യൻ്റെ കളക്ഷനങ്ങൾ പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചു. അപ്പോൾ പള്ളിയിൽ തൊട്ട് ബാക്കിൽ നല്ല പൈസക്കാരൻ്റെ വീടുണ്ട്, നമ്മുടെ പള്ളിക്ക് വരുന്ന ആളാണ്. ഒന്ന്
അപ്പോൾ ഇവിടെ പള്ളി സാധാരണ വരവുണ്ട്, നമ്മളെ കണ്ടില്ല, ഒന്ന് പെരയിൽ പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ പെരയിൽ ചെന്നപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിക്കണം, ചെരുപ്പ് പുറത്തുണ്ട്. ഏതായാലും ഒപ്പമുള്ളവരൊക്കെ പാടെ മൂപ്പരെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പെരയുണ്ട്. ഏതായാലും വന്ന് ഗേറ്റൊക്കെ തുറന്ന് നമ്മളൊക്കെ സ്വീകരിച്ച് ഉള്ളിരുത്തി. അവ എന്ന് ഗേറ്റ് പൂട്ടിയപ്പോൾ ആരും ഇല്ലയെന്ന് വിചാരിച്ചു. മൂപ്പർ ഞാൻ റമദാൻ മാസം വന്നാൽ അവന് ഗേറ്റാണ്ട് പൂട്ടലാണ്. ആൾക്കാരിങ്ങനെ വന്നിട്ട് ഒരു സുഖമില്ല, അപ്പോൾ ഗേറ്റാണ്ട് പൂട്ടിയിടലാണ് പതിവ്. അത് വല്ലാത്തൊരു മനസ്സല്ലേ. നമ്മൾ തിരിച്ചാ ചിന്തിക്കണ്ടേ, എല്ലാവരും വരട്ടെ, എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വരട്ടെ, എല്ലാവർക്കും പൈസ കൊടുക്കണോ? കഴിയെങ്കിൽ കൊടുക്കാം, കഴിയില്ലേ നല്ല വർത്താനം പറഞ്ഞിട്ട് നല്ലേക്ക് പറഞ്ഞേക്കാം, അതിനും കൂലിട്ടു. അത് ശല്യമായി തോന്നിയാലോ പിന്നെ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. ഒരാളെ വീട്ടിൽ എല്ലാ കൊല്ലം ഞങ്ങൾ പോകും, ചെല്ലുമ്പോഴൊക്കെ പറയും ആ ചെരുവിടല്ല ഉമ്ര കഴിക്കുന്നത് പറയും. ഒരു കൊല്ലം ചെന്നപ്പോൾ ഇയാളെ കണ്ടിട്ടി കയറിയിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാ കൊല്ലം വരും ജാമ്യക്ക് വേണ്ടി, നിങ്ങളെ കാണലില്ല. അപ്പം മൂപ്പര് പറഞ്ഞു ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഇവിടെ ഇരുന്നാളുടെ ചിലവും ഉമ്രയ്ക്ക് പോണ ചിലവും നോക്കുമ്പോൾ അതാണ് കുറവ്, അപ്പം ഞാനങ്ങോട്ട് പോകലാണ്. പിന്നെ ഇപ്പം എന്താ കാര്യമുണ്ട്? ആ ഉമ്രോണ്ട് ഒരു കാര്യമുണ്ടോ? ഞാൻ റോട്ടക്കത്താണ് പെര, വലിയൊരു പെരയാണ്. അപ്പം സ്വാഭാവികമായിട്ടും പോണ എല്ലാവരും ഒന്ന് കയറും. അങ്ങനെ കൊടുത്ത് കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 10 ഉമ്രക്ക് പോകാനുള്ള ചിലവുണ്ടാവും ചിലപ്പോൾ. അപ്പം അതിനേക്കാൾ ലാഭം റമദാൻ ബസ് സ്റ്റാൻഡ് പോയാൽ പിന്നെ ഇതില്ലല്ലോ എന്ന്. സഹോദരൻ, ആ മനസ്സല്ല നമുക്ക് വേണ്ടത്. പടച്ച റബ്ബിന് ഇതൊക്കെ എളുപ്പമുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ പെരിയിൽ പറ്റ അമ്പിക്കെടുക്കുന്ന സമയം വരും. ആരെങ്കിലും ഇത് വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോണ സമയങ്ങളും വന്നേക്കാമല്ലോ. പറ്റ സുഖമില്ലാതെ എന്തെങ്കിലുമൊക്കെയായി പയ്യ അവിടെ കിടന്ന് ഒരു മനുഷ്യനെ കാണാൻ പൂതിയായി, പള്ളിയിൽ പോകാൻ വയ്യ, എവിടെ ചെല്ലാൻ വയ്യ, ഓരോരുത്തരും വന്നു കിട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മെ എത്തിക്കാനും പടച്ച റബ്ബിന് എളുപ്പമുണ്ട്. നമ്മൾ തിരിച്ചാലോചിക്കാം, ഈമാനുണ്ടോ ഇല്ലേ നോക്കാനുള്ള അളവുകോൽ എന്ത് എന്നതിന് പഠിപ്പിക്കപ്പെട്ട ഒരു വിശദീകരണം ഇദാ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ എന്നാണ്. നന്മകൾ ചെയ്താൽ വല്ലാത്ത സന്തോഷം, തെറ്റുകൾ ചെയ്താൽ വല്ലാത്തൊരു പ്രയാസം, ഇത് നിനക്കുണ്ടോ എങ്കിൽ നീ മുഅ്മിനാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി, വല്ലാത്തൊരു ചാൻസായി. ഞാനൊരു 10 മിനിറ്റ് വൈകിക്കുകയാണെങ്കിൽ എനിക്ക് ആ ചാൻസ് പോകുമായിരുന്നു. ഒരു ഹൈറിൽ ഭാഗമാക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു, അതിന് വല്ലാത്തൊരു മനപ്രയാസം, ഇത് നിനക്കുണ്ടോ എങ്കിൽ നീ വിശ്വാസിയാണ്. വരുന്ന എല്ലാവർക്കും പണം കൊടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിഞ്ഞോളുന്നില്ല. പക്ഷെ ഒരു മനസ്സ് എല്ലാവർക്കും കൊടുക്കണം. ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കണം എന്നൊരു ആഗ്രഹം, കഴിയുമെങ്കിൽ കൊടുക്കുക, കഴിയില്ലേ നല്ല വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞേക്കാം. നമ്മൾ വേഗം ന്യായങ്ങളൊക്കെ തട്ടിപ്പാണ്, ഒക്കെ ഇങ്ങോട്ട് വരും. റമദാൻ മാസമായാൽ കുറേ ഉത്തരേന്ത്യ അവിടെയൊക്കെ ഇവിടെ വരും, ഒക്കെ തട്ടിപ്പാണ് എന്നും പറഞ്ഞ് നമ്മൾ ഒന്നാകാണ്ട് അതിൻ്റെ ഇടയ്ക്കില്ല. സഹോദരന്മാർ, ആരെയും വന്ന് തട്ടിപ്പറ്റി നമ്മൾ പറ്റിച്ചു പോയാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ഒറ്റം വന്ന് പറ്റിച്ചു വിചാരിക്കും. ഇല്ലാത്തൊരു കോളേജിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ സംഖ്യ വാങ്ങിപ്പോയി, സംഗതി തട്ടിപ്പായിരുന്നു. ആർക്കാ നഷ്ടം? ആ വന്നോനല്ലേ. നമുക്ക് ലാഭമല്ല അപ്പോൾ അതും. നമുക്ക് കുറച്ചിന് കൂലിയും കിട്ടും, നമ്മൾ പറ്റിച്ചിന് കൂലി വേറെയും കിട്ടും. അപ്പോൾ ഓൻ പറ്റിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കതും ഖൈറ്, പരലോകത്തോനെ പിടിക്കാലോ, അതിന് വേറെ കിട്ടില്ല നമുക്ക്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷമായി മാറും. അല്ലെങ്കിൽ എന്തായാലും ഇനി റമദാൻ മാസം ഇപ്പോൾ ജാമ്യൻ്റെ റെസീറ്റ് വരാണ്ട്, സ്റ്റേറ്റിൻ്റെ വർക്കിംഗ് ഫണ്ട് വേറെ വരാണ്ട്, എന്താ ഇപ്പോൾ കാട്ടുന്നത്, മാസം പിറക്കാൻ കാത്തിക്കണം ഓരോരുത്തർ, എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ എല്ലാവരും റെസീറ്റും കൊണ്ടുപോയി ഒരാൾ ഒരു ഉറുപ്പ്യം തന്നീല, നമുക്കെന്താ നഷ്ടം? 100 പേരേക്ക് ഒരു ഉറുപ്പ്യം കിട്ടില്ല കഴിക്കുക, എന്ത് നഷ്ടമുണ്ട്? നമുക്ക് കൂലിട്ടില്ലേ? NV അബ്ദുസ്സലാം റഹിമയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പണക്കാരൻ്റെ അടുത്ത് പോയി ഒരു കളക്ഷന് വേണ്ടി, സുല്ലമുസ്സലാമിൻ്റെ. അപ്പം ചെന്നപ്പോൾ അയാൾക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ മൗലവി വരുമ്പോൾ ഒന്നും പറയാൻ വയ്യല്ലോ. അപ്പം ഒന്ന് സ്വീകരിച്ചൊക്കെ ഇരുത്തിയിട്ട് പറഞ്ഞു, മൗലവി വലിയ അത്ര ഒരു പക്ഷെ ടൈറ്റുള്ള സമയമാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരി, അപ്പം നോക്കാം. ആയിക്കോട്ടെ, മൂപ്പര് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൗലവി പിന്നെയും വന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞതല്ലേ. അപ്പം മറ്റാൾ പ്രതീക്ഷിച്ചതല്ല ഇദ്ദേഹം പിന്നെയും വരുന്നു.
ആ പറഞ്ഞു മൗലി ആയിട്ടില്ല, കുറച്ചുകൂടെ കൂടെ കഴിഞ്ഞോട്ട്, ഞാനിങ്ങനെ ചില ടൈറ്റിലാണ്, ആയിക്കോട്ടെ സാരമില്ല. അദ്ദേഹം പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൗലവി പിന്നെയും വന്നു. അപ്പോൾ അത് ഒഴിഞ്ഞു പോകണില്ല കണ്ടപ്പോൾ ഇയാൾ തുറന്നു വെച്ചു, അല്ല മൗലി നിങ്ങൾക്ക് മടുപ്പില്ലത് ഇങ്ങനെ വരാൻ വെച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്കെന്തിനാ മടുപ്പ്, എനിക്ക് മൂന്നാമത്തെ വരവിനും കൂലിട്ടി, എനിക്കിപ്പോഴും കൂലിട്ടില്ല. 3 വർഷം വന്നപ്പോൾ 3 വർഷം കൂലിട്ടി, എനിക്ക് കൂലിട്ടണമെങ്കിൽ ഇത് പൈസ കൊടുക്കണം. അത് ഇനിയും വരാൻ പറഞ്ഞാൽ ഞാൻ പിന്നെയും വരും, വരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വരൂല. അതാണ് ഒരു ശരിയായ തിരിച്ചറിവ്. നമ്മളാരും കൂടെ നമ്മളെ പരിക്ക് വിരിക്കാനല്ലോ, നമ്മളാരും ഉറുപ്പ്യ കമ്മീഷൻ എടുക്കണില്ല, പിന്നെന്താ ധൈര്യമായിട്ട് ആരും പോയിക്കൂടെ. ആരും തന്നില്ല, ആയിക്കോട്ടെ നമുക്ക് കൂലിട്ടും, തന്നാലോ നമുക്ക് കൂലിയും കിട്ടും, ജാമ്യക്ക് പൈസയും കിട്ടും. അപ്പം ആ നിലയ്ക്ക് എല്ലാ ഹൈറിലും ഞാൻ ഉണ്ടാവണം. നാട്ടിൽ എവിടെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും വിഹിതം എനിക്ക് വേണം. പൈസ ആയിട്ടാവാം, ഒരു ഉപദേശം കൊണ്ടാകാം, ഒരു അധ്വാനം കൊണ്ടാകാം, ഒന്നുമില്ല, ഒരു പ്രാർത്ഥന പഠിച്ചോനെ ഒരു അതിൻ്റെ ഇറങ്ങിയിട്ട് റബ്ബേ അത് പൂർത്തിയാക്കി കൊടുക്കണേ എന്നൊരു ദുആ, അത് മതിയാകും. ഏതെങ്കിലും കാലത്ത് ആയിക്കൂടി പോകുമ്പോൾ ആ പള്ളി ഇങ്ങനെ കാണുമ്പോൾ പണ്ട് നമ്മളൊക്കെ ദ്വാരുന്നിട്ടുണ്ട് ആ പള്ളി പൂർത്തിയാകാൻ വേണ്ടി, ഈ കാര്യം നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറല്ലേ. നാട്ടിൽ എവിടെ എന്ത് ഹൈറ് നടക്കുന്നുവോ അതിലൊക്കെ എനിക്കും ഒരു വിഹിതം വേണം. അല്ലെങ്കിൽ എന്താ പരലോകത്ത് ഇതിനൊക്കെ കൂലി ഇങ്ങനെ ഓരിക്കുമ്പോഴാണ് പഠിച്ചോനെ ഞാൻ കൂടിയതല്ലോ, എനിക്കന്ന് കൂടാമായിരുന്നു, പക്ഷേ ചെറിയൊരു ശ്രദ്ധ കുറവ് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് അന്ന് വിലപിക്കും എന്ന് ഉറപ്പാണ്. അതുണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും പൈസ കൊടുക്കാന്നുള്ളതല്ല, അത് കഴിയുമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ എല്ലാത്തിൻ്റെയും പ്രതിഫലം ഒരു വിഹിതം നമുക്ക് നേടാൻ പറ്റും. നബി തങ്ങൾ സ്വഹാബത്തിന് കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ, നമ്മളെ കൂടെ പോരാതെ മദീനയിൽ തന്നെ നിൽക്കേണ്ടി വന്ന ചില മനുഷ്യന്മാരുണ്ട്. മാ സിർതും മാഷിയ വലാ ഖതഅതും വാദിയ ഇല്ലാ ശാറകൂകും ഫിൽ അജ്ർ, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഈ താഴ്വരകളെ താണ്ടിക്കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലി അവരും പങ്കുചേരുന്നുണ്ട്. ഹബിസഹുമുൽ ഉദർ ഔ ഹബിസഹുമുൽ മറൽ, രോഗം കാരണമാണ്, ചില തടസ്സങ്ങൾ കാരണമാണ് അവർ പോരാതെ മദീനത്ത് നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അതേ കൂലി മദീനയിലെ വീട്ടിലിരുന്നു കൊണ്ട് വാങ്ങുന്ന ചിലരുണ്ട് എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് ഒരു ഹദീസിൽ. അതാവണം നമ്മൾ. ആയ കാലത്തെ എല്ലാത്തിനും സജീവമായി എല്ലാ വയലുകളും നമ്മളുണ്ട്, എല്ലാ സംഘാടനവും നമ്മളുണ്ട്, നോട്ടീസ് ഒട്ടിക്കാനും നമ്മളുണ്ട്, എല്ലാ മീറ്റിങ്ങും നമ്മളുണ്ട്, എല്ലാ രംഗത്തും സജീവമാണ്. എന്തൊരു അസുഖം വന്നു, ഒരു 2 മാസം ഇരിക്കേണ്ടി വന്നു, നമുക്ക് ഒരു ടെൻഷനും ആവശ്യമില്ല. നാട്ടിൽ എവിടെ വയൽ നടന്നോ അതിന് കൂലി നമുക്കുണ്ടാവും. നാട്ടിൽ എന്ത് മീറ്റിംഗ് ഉണ്ടോ പങ്കെടുത്ത കൂലി നമുക്ക് കിട്ടും. കാരണം ഉള്ള കാലത്ത് പോയിട്ടുണ്ട്, ആയ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്, ഇപ്പോഴും പോകാൻ മനസ്സുണ്ട്, കഴിയാത്തതുകൊണ്ടാണ്. വിഷമിക്കാനില്ല, പ്രതിഫലം കിട്ടും. പള്ളി ബാങ്ക് കൊടുത്താൽ ജമാഅത്ത് എടുക്കുമ്പോൾ ആ കൂലി പെരിയിരുന്നു കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും. കഴിയുമ്പോൾ പോയിട്ടുണ്ട്. അപ്പൊ റമദാനിൽ എന്തെല്ലാം നന്മകൾ നേടാൻ പറ്റുമോ അതൊക്കെ നേടും. അത് ഏറ്റവും പ്രധാനം സ്വതക്ക തന്നെയാണ്. ഒരാളും നമ്മളെ തന്നെ സ്വതക്കയും ചോദിച്ച് വന്നില്ലെങ്കിലും നമുക്ക് സ്വതക്ക ഉണ്ടാകണം. നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. മാസം നമ്മളടുത്ത് ഒരു പിരിവും വന്നിട്ടില്ല, ഒരാളും ഒരു പിരിവിനും വന്നിട്ടില്ല. എന്നാൽ ആ മാസം നമ്മൾ സ്വതക്ക ചെയ്തിട്ടുണ്ടാകുമോ? ആരും ചോദിക്കാൻ വന്നിട്ടില്ല, ഒരു കളക്ഷനില്ല, ഒന്നുമില്ല. എങ്കിൽ നമ്മൾ സ്വതക്ക ചെയ്തിട്ടുണ്ടാകുമോ? ഒരു പള്ളിക്കൊന്നും ബാങ്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കൂലേ? ഒറ്റ ബാങ്കും കിട്ടാൻ ഇന്ന് നിസ്കാരം ജയിക്കും, ഇന്ന് ബാങ്കൊന്നുമില്ല എന്ന് പറയോ? ഇല്ല. അത് വാച്ച് നോക്കി അപ്പുറത്ത് നോക്കി ഇപ്പുറം നോക്കി എങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നിസ്കരിക്കും. മാസം കണ്ടത് ആരും പ്രഖ്യാപിച്ചില്ല, എന്നാൽ നോമ്പ് വയ്ക്കൂലേ? അത് അങ്ങോട്ട് പോയി അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് നമ്മളെ നോമ്പ് വയ്ക്കും. സ്വതക്കയിൽ ആ മനസ്സാണ് വേണ്ടത്. വരുമ്പോൾ കൊടുക്കുക എന്നുള്ളതല്ല, വന്നെങ്കിൽ കൊടുക്കാം, വന്നില്ലെങ്കിലും നമ്മളിത്തിരി വിഹിതം, ഒരു 10 രൂപ വന്നാൽ അതിനൊരു വിഹിതം, അത് സ്വതക്കയാണ്. അത് അയൽവക്കത്തുണ്ടാവും, അവകാശപ്പെട്ട ആൾക്കാർ, കുടുംബത്തിലുണ്ടാകും, നാട്ടുകാരുണ്ടാവും, നമ്മളുമായി വേണ്ടപ്പെട്ടിട്ടുണ്ടാകും, പരിചയമുള്ളതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കുമുണ്ട്, ചോദിക്കാതെ മാറി നിൽക്കുന്നവർക്കുമുണ്ട് എന്നാണ് നമ്മുടെ സമ്പത്തിന് ഒരു വിഹിതം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതിൽ ലഭിക്കുന്ന സന്തോഷം മറ്റൊന്നും എവിടുന്ന് കിട്ടൂല. അപ്പം എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുക റമദാനിൽ.
ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഖുർആനുമായുള്ള ബന്ധങ്ങൾ ഒക്കെ വിശുദ്ധ റമദാൻ നമ്മൾ വർദ്ധിപ്പിക്കുക. റമദാനിൽ കച്ചവടം ചെയ്തില്ലെങ്കിൽ പട്ടിണൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊന്നാവില്ല എന്നാണെങ്കിൽ കുറച്ചൊക്കെ സമയം അവിടുന്ന് ചുരുക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ നന്മയിലേക്ക് കൊണ്ടുവരാം. ചിലപ്പോൾ നമ്മുടെ കച്ചവടം റമദാൻ നല്ല സീസണായിരിക്കും, പെരുങ്കച്ചവടമുള്ള സമയം. പക്ഷേ ഒരു ജമാഅത്തും കൂടി കിട്ടൂല, ഖുർആൻ ഓതാനും കഴിയില്ല. രാവിലാണ് ചെന്നിരുന്ന രാത്രി ആവോളം പെരും കച്ചവടമാണ്. ചിലപ്പോൾ ഒരു പരീക്ഷണമായിരിക്കാം. കച്ചവടം ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞു, എന്നാലും കുറച്ചൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് രംഗത്ത് ഉണ്ടാവണം. ഇതിലൊക്കെ നഷ്ടപ്പെടുത്തി കുറച്ച് പൈസ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ കാര്യമൊന്നുണ്ടാവില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു മുൻധാരണ, പ്ലാൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും. സാധാരണ രാത്രി റോഡ് സൈഡിൽ പെട്ടിക്കട ഈ ഓംപ്ലേറ്റും മറ്റുണ്ടാക്കി വിൽക്കുന്ന ഒരു ചങ്ങാതി, റമദാൻ മാസം വന്നാൽ അയാൾ കാണാൻ 30 ദിവസം പള്ളിക്കൽ 5 വക്ത് അവിടെ ഉണ്ട്, എല്ലാ ക്ലാസ്സിനും ഉണ്ട്. അപ്പോൾ അയാളുടെ നമ്മളൊരു ഉസ്താദ് ചോദിച്ചാൽ, അല്ല എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മാസം പണിക്കൊന്നും പോകാതെ ഇവിടെ നിൽക്കാൻ മാത്രം എന്താ ഇപ്പോൾ വകുപ്പുള്ളത്? പെരി ചെലവഴിയണ്ടേ? എന്താ എനിക്ക് എൻ്റെ പരിപാടി എന്താണ്? അപ്പോൾ ഉസ്താദ്, ഞാൻ എല്ലാ മാസവും ഒരു ചെറിയ സംഖ്യ ഇങ്ങനെ പെട്ടിക്ക് എടുത്തുക്കും. എന്ന് കച്ചവടം കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ഒരു വിഹിതം ഇങ്ങനെ ഒരു കുറ്റിക്ക് ഇടും. അങ്ങനെ 11 മാസം ആ കുറ്റിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് 12ാമത്തെ മാസം പരിദുസാറായി കഴിയും. കാരണം ആ ഒരു മനുഷ്യൻ്റെ പ്ലാനിങ് ആണ്. റമദാൻ മാസം വരുമ്പോൾ ഞാൻ കച്ചവടം മറ്റൊന്നല്ല, അത് പള്ളി വന്ന് ഇരുന്നിട്ട് കുറച്ചൊക്കെ മുതലാക്കട്ടെ. അപ്പോൾ അതിനുള്ള വഴി 11 മാസമായിട്ട് അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലാൻ ചെയ്താൽ പറ്റും എന്നർത്ഥം. നിസ്കാരത്തിൻ്റെ കാര്യം ഏതായാലും പറയണ്ട, ഫർള് ഏതായാലും ഉണ്ടാകും, സുന്നത്തുകളും ഉണ്ടാകണം. രാത്രി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ പുണ്യമുള്ളതാണ് റമദാനിൽ. രാത്രി ജമാഅത്തായി നിസ്കരിക്കലാണ് റമദാനിൽ പുണ്യമുള്ളത്. അത് ഈമാനോടെ നിസ്കരിച്ചാൽ, ഇഹ്തിസാബോടെ, പ്രതിഫലേച്ഛയോടെ ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അവന് പൊറുക്കപ്പെടുന്നതാണ്. വലിയ ഓഫറാണ്. റമദാൻ മാസം അനാവശ്യമായ എല്ലാം ഒഴിവാക്കുക. ദേഷ്യം, അഹങ്കാരം, പൊങ്ങച്ചം, അസൂയ, വിദ്വേഷം, പക തുടങ്ങി എല്ലാ വേണ്ടാത്തരങ്ങളും റമദാൻ മാസം അല്ലാത്തപ്പോഴും പറ്റില്ല, റമദാനിൽ പ്രത്യേകിച്ചും പറ്റില്ല. നോമ്പ് തോറ്റാണ്ട് ആകെ കൊതപളകല്ല വേണ്ടത്. നോമ്പ് തോറ്റ ചില മനുഷ്യങ്ങൾ ചൂട് കയറലാണ്, വല്ലാതൊന്നും പറയണ്ട, ഒരു നോമ്പാണ് കളി. നോമ്പാകുമ്പോൾ തിരിച്ചാണ് വേണ്ടത്. ചീത്ത പറഞ്ഞാൽ പോലും ആണ്ട് പറയുന്നതാണ്, ഇങ്ങോട്ട് നല്ലോണം ചൂടായി, ഇന്നീ സ്വായും, എനിക്ക് നോമ്പാണ്, ഞാൻ അങ്ങനെ പറയാനില്ല. അല്ലാണ്ട് രാവിലെ മുതൽ പട്ടിണി കിടന്ന ദേഷ്യമൊക്കെ പാടെ തീർക്കാനുള്ളതല്ല നോമ്പ്. നോമ്പ് നോറ്റാലും എല്ലാ ഗീബത്തിനും മീമത്തിൻ്റെ അടുക്കുക. ഉള്ള മനുഷ്യന്മാരെ മുഴുവൻ കുറ്റം പറഞ്ഞ് എല്ലാവരും മുഴുവൻ ഇറച്ചി നിന്നിട്ട് ഇവിടെ എന്തിനാണ് നോമ്പ് പോയിക്കണത്? ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കലായിക്കോട്ടെ, വേണ്ടെന്നല്ല. പക്ഷേ ഫുൾ ടൈം അതിങ്ങനെയുള്ള ന്യൂസും ചാനലും മുഴുവനും കണ്ട് റമദാൻ മാസം സമയം കണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാവശ്യം ഇലക്ഷനൊക്കെ മുട്ടിലാണ് നോമ്പ് വരുന്നത്. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു. പക്ഷേ അല്ലാത്ത മാസങ്ങളെപ്പോലെ അതും രാവിലെ മുതൽ 4 പത്രം പുള്ളി കാണാപ്പാടം പഠിച്ച് എല്ലാ ന്യൂസും കേട്ട് എല്ലാ ചർച്ചയും കേട്ട് അങ്ങനെയൊന്നും അത്യാവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു മാസം അങ്ങനെയാണ്ട് എല്ലാ ന്യൂസും കിട്ടുക വിചാരിച്ചിട്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്യാവശ്യമുള്ളതൊക്കെ കേൾക്കണം, അത്യാവശ്യമുള്ളതൊക്കെ വായിക്കണം, നാടിൻ്റെ പൾസ് അറിയണം, എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണം, ചലനങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ വേണം. ഒന്നും വേണ്ടെന്നല്ല. പക്ഷെ ശഅബാൻ മാസത്തിൽ ഉള്ള മണിക്കൂറല്ല റമദാനിലെ മണിക്കൂർ. അതിനൊക്കെ എങ്ങനെ എനിക്ക് പ്രതിഫലാർഹമാക്കി മാറ്റാൻ പറ്റും? അതിന് വ്യത്യസ്തമായ പ്ലാൻ നമ്മുടെ കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. ഇപ്പം ഖുർആൻ വിജ്ഞാന പരീക്ഷ റമദാനിൽ എല്ലാ കൊല്ലമുണ്ട്. അതെന്തിനാ? പരീക്ഷ പാസ്സായി കാണാൻ നമുക്ക് വഴി ജോലി കിട്ടുന്നില്ല. എന്തിനാ പരീക്ഷ? ആ പേരും പറഞ്ഞിട്ട് നമുക്കൊന്ന് ഖുർആൻ ചില ഭാഗങ്ങൾക്കൊന്ന് വായിക്കാൻ, അർത്ഥം ഒന്ന് പഠിക്കാൻ അതൊരവസരമാണ്. അപ്പം ഇപ്രാവശ്യം ഖുർആൻ വിജ്ഞാന പരീക്ഷ ഇൻഷാല്ലാ മാർച്ച് 31 ഞായറാഴ്ച സൂറത്ത് നംലും സൂറത്ത് ഖസസുമാണ് നിശ്ചയിക്കപ്പെട്ടത്. അധ്യായം 27, 28. അപ്പോൾ അമാനിയമ്മയുടെ ഖുർആൻ പരിഭാഷ വെച്ചിട്ട് ഒന്ന് വായിക്കാം. അപ്പോൾ എന്താ ആ പേരും പറഞ്ഞ് വായിക്കാം. ഇനി പരീക്ഷ എഴുതി നമ്മൾ തോറ്റു ആയിക്കോട്ടെ, അപ്പം നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഖുർആൻ അത്ര മോശമാട്ടോ, അപ്പോൾ ശരിയാവില്ല, കുറച്ചുകൂടി പഠിക്കണം. അപ്പോൾ അതുമാത്രം നമ്മളെ കുട്ടികൾ ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ 2 സൂറത്ത് മാത്രം അമാനി പരിഭാഷ എടുത്തിട്ട് ഒരു പുസ്തകം ഇവിടെ വിൽപ്പനയൊക്കെ ഉണ്ട്, മണി വാങ്ങാം. അത് കൊണ്ടുപോയി കണ്ട് ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ല, നമുക്ക് പിന്നെയും വായിക്കാമല്ലോ. അപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കുക.
ഒന്ന് വായിച്ച് പരീക്ഷയ്ക്ക് രജിസ്റ്ററൊക്കെ ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതി നോക്കുമ്പോൾ സംഗതി 2 മാർക്ക് 3 മാർക്കൊക്കെ കിട്ടിയില്ലേ. അവൻ മനസ്സിലാക്കുക സംഗതിൻ്റെ പോക്ക് ശരിയല്ല. 2 സൂറത്ത് പരീക്ഷ എടുത്തിട്ട് 2 മാർക്കാണെങ്കിൽ ഖുർആൻ ഫുള്ള് പരീക്ഷ എടുത്താൽ വട്ടപ്പൂജലേ കിട്ടുള്ളൂ. അപ്പോൾ അത് പറ്റൂല. SLCക്കൊക്കെ ഫുള്ള് A+ ഇട്ടാൻ വേണ്ടി എത്ര കാലമായി നമ്മളെ കുട്ടികളൊക്കെ ഇരുന്ന് പഠിച്ചണ്. ഊണുമില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. ഓല ഒരു പണിയും പിടിപ്പിക്കൂല, ഇരുത്തി ഇങ്ങനെ പഠിപ്പിക്കാനാണ്. അതിലും വലിയ ഒരുങ്ങേണ്ടതാണ് ഈ മേഖലകളൊക്കെ. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും പരമാവധി നന്മയിലേക്ക് നമ്മൾ മുന്നേറുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ, റമദാനിൽ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ, അവസാന 10, എഴുത്തികാഫ്, പള്ളിയുമായുള്ള ബന്ധങ്ങൾ, ജമാഅത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ മാക്സിമം ഉപയോഗിക്കുക. സ്ത്രീകളും തന്നെ ശ്രദ്ധിക്കുക. റമദാൻ മാസം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, പക്ഷെ ഫുള്ള് എല്ലാം കൂടി വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പെണ്ണേക്കൊന്നും പലപ്പോഴും മറ്റു പലതും സമയമില്ല. മഗ്രിബ് വരെ ആയി പോണ സ്ത്രീകളൊക്കെ കാണാം. അപ്പോൾ വല്ലാതൊന്നും ഇല്ല തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് വിഭവം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കി ആണുങ്ങളൊക്കെ പടം തിന്ന് കഴിഞ്ഞ് ആ പാത്രം മൂടിച്ചാകുമ്പോൾ തന്നെ ഏശാൻ കൊടുത്തു. അങ്ങനൊന്നും അല്ല. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ചെലവ് കുറയേണ്ട മാസമാണല്ലോ. നമുക്ക് ഏറ്റവും അധികം ചെലവ് റമദാനിലാണ്. അത് സ്വതക്ക ചെയ്തിട്ടുള്ള ചെലവല്ല, സ്വതക്ക ചെയ്ത് ചെലവല്ല, സ്വതക്ക ചെയ്ത് വരവാണ്. സ്വതക്ക ചെലവല്ല, അത് വരവാണ്. അതേസമയം അല്ലാത്ത ചെലവുകൾ, റമദാന് വേണ്ടി നമുക്ക് ഷാബാൻ തുടങ്ങും ചെലവ്, മല്ലി മുളകൊക്കെ പൊടിച്ച് അരിയൊക്കെ പൊടിച്ച് അങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കി എല്ലാ പാത്രവും ഫുള്ളാക്കിയാൽ ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ നോമ്പുണ്ടായാലും ബേജാറില്ല, ഒക്കെ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ തിന്നാനായിട്ട് ഒരുങ്ങിക്കണ പോലെയാണ്. ഇപ്പോൾ ഒന്നും വേണ്ടവർ അത്യാവശ്യം വിലക്ക് എന്താ വെച്ചാൽ ഈ ഭക്ഷണം പൊതുവേ ജീവിതത്തിൽ ഭക്ഷണം കുറക്കണം എന്നാണ്. നമ്മൾ ആരും എടുക്കാത്ത ഹദീസാണ്. സുന്നി മുജാഹിദും ജമാഅത്തും ആരും എടുക്കാത്ത ഹദീസാണ് ഹദീസ്. ഭക്ഷണം ചുരുക്കാനാണ് പറഞ്ഞത്. എത്ര ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണത്തെ കഴിക്കേണ്ടത് 3-1 മിനിമോ മാക്സിമോ? മാക്സിമം. 3-1 കഴിക്കേണ്ടത്. 3-1 താഴെ കഴിക്കേണ്ടത്. മാക്സിമമാണ് 3-1. നമുക്ക് മിനിമം 3-1 തന്നെ. ആയി അതൊന്നും കഴിയില്ല. അങ്ങനെ പറയാം. നിങ്ങൾ അങ്ങനെയാണോ ചോദിക്കും ചിലപ്പോൾ. നബി തങ്ങൾ പറഞ്ഞു, മാ മല ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്നിഹി. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ശർറായ പാത്രം അവൻ്റെ വയറാകുന്നു. അതിലും മോശപ്പെട്ടൊരു പാത്രമോ നിറക്കുന്നില്ല. ഇന്നലാണ് പറഞ്ഞത്, ബിഹസ്ബി ഇംരിഇൻ മിൻ ഉകുലാത്തിൻ യുഖിംന സുൽബഹു. ഒരു മനുഷ്യന് ആകെ ആവശ്യമുള്ളത് അവന് നട്ടെല്ല് നിവർത്തി നിർത്താൻ പറ്റാവുന്ന ഏതാനും പിടി ഭക്ഷണം മാത്രമേ ആവശ്യമുള്ളൂ. അല്ല വെച്ച സിസ്റ്റം അങ്ങനെയാണ്. ഇനി അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലേ എങ്കിൽ 3-1 കഴിച്ചോട്ടെ. നമുക്ക് പറ്റിയോട് നമ്മൾ ചെറുപ്പത്തിലെ ഉമ്മാരും ഒപ്പം നടന്നു കാണ്ട് കുത്തിയമർത്ത് പള്ളർച്ച് ചേലാക്കിയതാണ്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണിച്ചെന്ന് അങ്ങനെ ഒക്കെപ്പാടയക്കാണ്ട് വേണ്ടാത്ത ഓനെ ഇടങ്ങാറാക്കി കഥ പറഞ്ഞും പാട്ട് പാടിയും വടിയെടുത്ത് തച്ചും ഒക്കെപ്പാടയക്കാണ്ട് ഓനെ പള്ളെങ്ങനെയുണ്ട് വീർത്താലാണ് ഉമ്മാക്ക് തൃപ്തിയാകുക. നമ്മൾ അന്നേ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് കുറച്ചൊന്നും തിന്നാൽ അതൊന്നും ആവില്ല. പരമാവധി നമ്മൾ ഭക്ഷണം ചുരുക്കുക. അതിന് പറ്റിയ സമയമാണ് നോമ്പ്. റമദാൻ മാസം പകൽ തിന്നാത്തതിനും കൂടി ഫൈനടക്കി രാത്രി തിന്നുകയാണെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. എത്ര ഫ്രൂട്ട്സ് കച്ചവടം നമ്മളെ നാട്ടിൽ വരുന്നത്. എല്ലാ ഹോട്ടലും ഇപ്പോൾ റമദാനിൽ തുറക്കുകയാണല്ലോ, പാർസൽ കൊടുക്കുകയാണ്. അപ്പം റമദാൻ മാസം അതൊന്നും അല്ല. കുറച്ചൊക്കെ ഒന്ന് ചുരുക്കി ഇബാദത്തിന് കുറച്ച് സൗകര്യം ഭക്ഷണം കുറക്കലാണ്. പൊതുവെ ആഖിറം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്ത് കാണാം. ഒരു ആലിമിൻ ഉഖ്റ അലാമാത്തുൻ തുറ എന്ന് പറഞ്ഞ് പരലോകം ആഗ്രഹിക്കുന്നവർക്ക് ചില അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു അടയാളമാണ് ബത്നുൻ ഖലാ, വയറ് കാലിയാവുക. ഭക്ഷണം കുറയും തോറും ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാകും. ഭക്ഷണം കൂടിയാൽ ഉറക്കം കൂടും, ഇബാദത്തെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് അവിടെയൊക്കെ നമുക്കൊരു കാഴ്ചപ്പാട് വേണം ജീവിതത്തിൽ. അങ്ങനെ ഒന്ന് ഒരുങ്ങി തയ്യാറായി എടുക്കുകയാണെങ്കിൽ ഒരു റമദാൻ ഒരു പക്ഷേ ജീവിതകാലത്തേക്ക് മൊത്തമുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. സ്വർഗം കിട്ടാൻ അത് മാത്രം മതിയാവും. 30 ദിവസം നോമ്പ് നോറ്റ് തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ച് കഴിയുമ്പോഴേക്കും ദുആയും സ്വലാത്തൊക്കെ ചെയ്ത്
ഉള്ളതനുസരിച്ച് സ്വതക്കയും ചെയ്ത് തിന്മയിനൊക്കെ മാറി നിന്ന് അങ്ങനെ ഒറ്റ റമദാൻ കിട്ടിയാൽ മതിയാകും ഓൻ സ്വർഗത്ത് പോകാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ 50 റമദാൻ മാസം ജീവിച്ചാലും പ്രത്യേകിച്ചൊന്നുണ്ടാകും. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, കമ്മിൻ സ്വാഇമിൻ, എത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവൻ്റെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. 30 ദിവസം നോമ്പ് പോയിട്ട് എന്ത് കിട്ടിയേക്കുമ്പോൾ പട്ടിണി എടുത്ത് വേറൊന്നുമില്ല, ചോറുന്നാൻ പറ്റില്ല, ഉച്ചക്ക് രാവിലെ നാസ്തയില്ല, വേറെ ഒന്നും കിട്ടാത്ത എത്ര നോമ്പുകാരുണ്ട്. അത് നമ്മളുണ്ടാകാൻ പാടില്ല. അനാവശ്യമായ സമയം നഷ്ടപ്പെടരുത് റമദാനിൽ. ചിലതൊക്കെ നേരത്തെ കൊടുക്കും. ഇപ്പോൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണം, നമുക്ക് എപ്പോഴും അറിയാലോ. അത് അവസാനത്തെ 10 എടുക്കാവുന്നുണ്ടോ? എന്താ ഇപ്പം നമുക്ക് ഈ ആഴ്ച എടുത്താൽ തിരക്കും കുറയും, ആശ്വാസത്തിൽ പോയി എടുത്തു പോരാൻ പറ്റുമോ? കുട്ടികളെ കൂട്ടി ഈ ആഴ്ച പോയിക്കാണ്ട് ഇനി റമദാൻ മാസം അതിനൊന്നും പോവില്ല, ഒക്കെ ആവശ്യമുള്ള ഇപ്പോൾ വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് വാങ്ങി വെച്ചാൽ നമുക്കും തന്നെ ആ ടെൻഷൻ കഴിഞ്ഞല്ലോ, ഓർക്കും തന്നെ ഇനി അതിനെപ്പറ്റി ആലോചിക്കാനില്ല. ഇതല്ല അവസാനത്തെ 10 ഇരുത്തേരാവിന് വരെ അങ്ങാടി കണ്ട് ഇറങ്ങാൻ വയ്യത്തെ ആണും പെണ്ണും ഒക്കെ പാടെ അവിടെ ചെന്ന് തിരക്കിയിട്ട് അതല്ല. അപ്പോൾ കുടുംബത്തിനും ചില പ്ലാനൊക്കെ ഉണ്ട്. കുട്ടികളെ വിളിച്ചു വിട്ടുക, മക്കളെ ഈ റമദാൻ മാസം നമുക്ക് മുതലാകണം, നമുക്ക് എല്ലാവർക്കും സ്വർഗത്ത് പോകാൻ ഈ റമദാന് കൊണ്ട് കഴിയണം. അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ ജമാഅത്തിനും പള്ളിക്കാട് പോവുക, നമ്മൾ പരമാവധി ദീനുമായി ബന്ധപ്പെടുക, ഖുർആൻ കുറച്ചൊക്കെ വായിക്കാനും അത് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തുക, എല്ലാ ഖൈറിനും ഭാഗവാക്കാവുക. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ചെയ്യേണ്ട സംഗതിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞ് കുടുംബത്തിനൊരു പ്ലാൻ, കുടുംബസമേതം സ്വർഗത്തിലേക്ക്. ഒരു ജമാഅത്ത് എത്തിപ്പെടാവുന്ന പള്ളിയൊക്കെ അടുത്തുണ്ടെങ്കിൽ കുടുംബസമേതമാണ് പോവുക. ഏതായാലും വണ്ടി എടുത്ത് പോവില്ലേ, എന്നാൽ എല്ലാം കൂടി പോവുക. അതിനിപ്പോൾ അസർക്കാണ് പോയി മരിബും ഇഷാവും തറാവിയും ഒക്കെ ഇങ്ങോട്ട് പോരാൻ സാഹചര്യം ഉണ്ടോ? ആയിക്കോട്ടെ, നോമ്പർക്ക് അവിടെ എന്തുണ്ടാവുമല്ലോ, നോമ്പർക്ക് എല്ലാ പള്ളിക്കും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആണ് പോവുക. ആ നോമ്പും തുറന്ന് അവിടെ നിസ്കാരം കഴിഞ്ഞ് തറാവിയും കഴിഞ്ഞ് പരീക്കൊണ്ട് പോരാൻ പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചിട്ട് അവിടെ കിടന്നാൽ മതി. സുബഹിക്ക് പിന്നെയും സൗകര്യം ഉണ്ടോ, പിന്നെയും പോകാം. അങ്ങനെയൊക്കെ ഒന്ന് ആസൂത്രണം ചെയ്താൽ വലിയ മാറ്റം കുടുംബത്തിനുണ്ടാവും. റമദാൻ പഠന ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. മഞ്ചേരി എല്ലാ കൊല്ലം അൽഹംദുലില്ലാ നമ്മളെല്ലാ ഞായറാഴ്ചയും പഠന ക്ലാസ്സുകളുണ്ട്. പല പള്ളിയിലുമുണ്ട് ക്ലാസ്സുകളൊക്കെ. ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം. അതൊരു ഏർപ്പാടായി മാറരുത്, ചടങ്ങല്ല. അവിടെയൊക്കെ പോയി അത് കേൾക്കുക. ഒക്കെ ചിലപ്പോൾ അറിയാത്ത കാര്യം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്, അറിയാത്തപ്പോൾ എന്താ ഉള്ളത്? എന്നാലും കേൾക്കുമ്പോൾ നമുക്കതൊരു റിഫ്രഷ്മെൻ്റാണ്. അറിയാത്ത പാർക്കൊന്നും പറയാണ്ടാവില്ല. പ്രത്യേകിച്ച് മുജാഹിദികൾക്ക് എല്ലാ ദിവസവും വയതും ക്ലാസ്സും കേൾക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കേട്ടത് തന്നെ ആയിരിക്കും. എന്നാലും കേൾക്കുമ്പോൾ ഫലക്കീർ നീ ഉത്ബോധിപ്പിക്കുക, ഉത്ബോധനം വിശ്വാസികൾക്ക് ഉപകാരപ്പെടും. ആ നിലയ്ക്കൊന്ന് മാറാൻ നമ്മൾ പരിശ്രമിക്കുക, ധാരാളമായി ദുആ ചെയ്യുക. ഒരുപാട് മനുഷ്യന്മാർ റമദാനിലും വിഷമിക്കുന്നവരുണ്ട്. രോഗിയായി കിടക്കുന്നവർ, നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു പക്ഷേ കഴിയുന്നില്ല. അതേപോലെ വ്യത്യസ്തമായ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർ, ലോകത്തിലെ പല ഭാഗത്ത് ഫലസ്തീൻ അടക്കമുള്ള രാജ്യത്ത് വിഷമിക്കുന്ന ധാരാളം സഹോദരങ്ങൾ, അവരൊക്കെ നമ്മളെ പ്രാർത്ഥനയിൽ ഒരിടം വേണം. ചുറ്റുഭാഗത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അയൽവക്കത്തൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള മനുഷ്യന്മാരുണ്ടോ, പട്ടിണി എടുക്കുന്ന ആളുകളുണ്ടോ, റമദാൻ മാസമായിട്ടും ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ എങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും ഒരു കിറ്റ് ഇപ്പോൾ ഒന്നാകെ കൊടുക്കാൻ കഴിയില്ല, ആയിക്കോട്ടെ ഏകദേശം ആരെങ്കിലും വാങ്ങിക്കൊടുത്തു, മറ്റെങ്കിൽ പട്ടിണി എടുക്കാതെ കഴിയുമല്ലോ. ഒരു 5 കിലോ അരിപ്പൊടി വാങ്ങിക്കൊടുത്തു, ആയിക്കോട്ടെ, ഒരു കഥായല്ലോ. അങ്ങനെ ഒരു നമ്മുടെ ചുറ്റുഭാഗത്ത് അയൽപക്കങ്ങളിൽ കുടുംബങ്ങളിൽ ഒക്കെ അങ്ങനെ പ്രയാസപ്പെടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മൾ കൊടുക്കാൻ. ഇല്ലെങ്കിൽ ആരോടെയും പറഞ്ഞിട്ടെങ്കിലും ഏതെങ്കിലും ഒരാളെ പോയി കണ്ട്, എൻ്റെ അയൽപക്കത്ത് ചങ്ങായിയുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്, വല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ഒരു 500 ഉറുപ്പിക എടുത്തെന്നു, ആയിക്കോട്ടെ, അത് കൊണ്ടുപോയി കൊടുത്താളി, ഓനെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസിക്കും. അങ്ങനെയൊക്കെ എല്ലാവരുടെയും കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ. അല്ല നമ്മളിങ്ങനെ ഉഷാറായി ജീവിക്കുക, രാവിലെ വണ്ടി കയറിയിട്ട് പോവുക, വരാണ്ട് വരിക, ഒന്നും അറിയണില്ല. ഇപ്പം ഞാനൊക്കെ ബുദ്ധിമുട്ട്, ആരപ്പോൾ പാവപ്പെട്ടവന് എന്ന് ചോദിക്കണം മനുഷ്യന്മാരുണ്ട്, ഇഷ്ടംപോലെ പാവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ദറജ കൂടിയപ്പോൾ നമ്മൾ പോലെ കാണില്ല എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ശ്രദ്ധ നമുക്ക് ഉണ്ടാവുക. കുടുംബത്തിലൊക്കെ വല്ല കുടുങ്ങിയവനുണ്ടോ, പ്രയാസപ്പെട്ടവനുണ്ടോ, അയൽപക്കത്ത് പ്രയാസപ്പെട്ടവരുണ്ടോ, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടോ ഒക്കെ ഒന്ന് നോക്കി അവിടേക്ക് ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു നന്മയിൽ നമ്മളും ഭാഗവാക്കാവുക. അങ്ങനെ എല്ലാ ഖൈറിലും ഭാഗവാക്കായി ഒരു നല്ല തഖ്വയോടെ ഈമാനോടെ ജീവിച്ച് ആ നിലയ്ക്ക് ആ വിശുദ്ധിയാണ്ട് നിലർത്തിയിട്ട് ബാക്കി കാലം ജീവിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അതിലൂടെ എളുപ്പമായി മാറും.
ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ നോമ്പ് വെച്ചിട്ട് അവസാനം ഈ നോമ്പിനെ കൂലി വേറെയൊക്കെയും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല. അത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റവൻ്റെ കുറ്റം പറഞ്ഞ് ഓനെ കീമത്ത് പറഞ്ഞ് ഓനെപ്പറ്റി കുറേ ഇങ്ങനെ പച്ച മാംസം തിന്ന് പോയിട്ട് അവസാനം ഇങ്ങനെയൊക്കെ ഇടങ്ങാറായി നോമ്പൊക്കെ പാടെ പരലോകത്ത് ഓനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അന്തം വിട്ട് നിൽക്കേണ്ടി വരും. നബി ഞങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? പാപ്പരായവൻ മുഫ്ലിസ് എന്നാൽ പാപ്പരായവൻ എന്നാൽ ആരാണ്? അപ്പോൾ സ്വഹാബിയോട് പറഞ്ഞ പാപ്പരായവൻ എന്നാൽ മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ, ഒരു ദിർഹമും ഒരു ദീനാറും ഒന്നുമില്ലാത്ത, നമ്മളെ ഭാഷയിൽ പറയാം 5 പൈസക്ക് വകയില്ലാത്തവർ, അതാണ് പാപ്പരായത്. നബി തങ്ങൾ പറഞ്ഞ അതല്ല ഞാൻ ചോദിച്ചത്. എൻ്റെ ഉമ്മത്തിൽ ചില മുഫ്ലിസീങ്ങളുണ്ട്, മറ്റു ദുന്യാവിലെ പാപ്പരായതാണ്. എൻ്റെ ഉമ്മത്തിലുള്ള ചില പാപ്പരായവർ നാളെ പരലോകത്ത് അവർ വരും ഒരുപാട് അമലുമായിട്ട്. പക്ഷേ വഖദ് മഹാദ, ഓനൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റൊരെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു രക്തം ചൊരിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വേണ്ടാത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പാടെ ഓരൊക്കെ ഒപ്പം വരും. ഇവർക്കെല്ലാം പകരം കൊടുക്കാൻ പൊരുത്തപ്പെടിക്കാൻ ഒന്നോടെ വഴിയില്ല. അപ്പോൾ ഇവൻ്റെ നന്മകളെല്ലാം എടുത്ത് അവർക്കെല്ലാം കൊടുക്കും. അങ്ങനെ ഈ നന്മകളൊക്കെ കൊടുത്ത് ഇവൻ്റെ എല്ലാ നന്മയും അവസാനിക്കും. അപ്പോഴും ആളുകൾ ബാക്കിയാണ്, കൊടുക്കാൻ ഇവിടെ ഇല്ല. അപ്പോൾ അവരുടെ തിന്മെടുത്ത് ഇങ്ങോട്ട് തരും. ഇവിടെ നന്മ കൊടുക്കാനില്ല, അപ്പം അവൻ്റെ തിന്മയെടുത്തിട്ട് ഇവന് മേലേക്ക് വെച്ച് കെട്ടും. അങ്ങനെ ധാരാളം നന്മയുമായി വന്ന് അവസാനം തിന്മകൾ മാത്രം ബാക്കിയായി നരകത്തിൽ പോകുന്ന മനുഷ്യന്മാരുണ്ട്. അവരാണ് അൽ മുഫ്ലിസു ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ്, ഈ ഉമ്മത്തിൽ പാപ്പരായവൻ അവരാണ്. നമ്മൾ വലിയ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പലരെയും കുറിച്ച് അങ്ങനെ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് ഓലെ പറ്റിയ മോശം പറഞ്ഞ് 4 ആൾ കൂടുമ്പോഴേക്ക് ഓരോരുത്തരെ പറ്റി പറഞ്ഞ് അങ്ങനെ ഈ കണ്ട അമലൊക്കെ പാടെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി കൊടുത്ത് അവൻ്റെ തിന്മെല്ലാം കൂടി ഇങ്ങോട്ട് വെച്ച് കെട്ടി നരകത്ത് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മളെക്കാൾ നഷ്ടപ്പെട്ട മറ്റാരുണ്ടാവുക. നമ്മുടെ സഹോദരങ്ങൾ ആ രംഗത്തൊക്കെ ഒരു ശ്രദ്ധ, ഒരു സൂക്ഷ്മത നമുക്കുണ്ടാവണം. തൗഹീദ് അത് പ്രധാനമാണ്. ശിർക്കിനൊരു അംശം കയറിയാൽ എല്ലാ അമലും പൊളിഞ്ഞു. ലൈൻ അസ്തക്ത ലയഹ്ബത്തന്ന അമലുക, ശിർക്ക് ചെയ്താൽ എല്ലാ അമലും ബാത്തിലാകുന്നതാണല്ലോ. നോമ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുണ്ട് സൂറത്തുൽ ബഖറയിൽ. ആ 3 ആയത്ത് അല്ലാഹ് വെച്ചത് സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ ബന്ധങ്ങൾ വായിച്ചു നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ മുതലുള്ള ആയത്തുകൾ ഓതി നോക്കുക. ആദ്യ 2 ആയത്ത്, പിന്നൊരായത്ത് തൗഹീദിൻ്റെ ആയത്ത്. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. പിന്നെ വീണ്ടും നോമ്പിനെ പറ്റിയുള്ള ആയത്താണ്. അപ്പം നോമ്പിൻ്റെ വിഷയങ്ങൾ പറയുന്നതിനിടയിൽ തൗഹീദിൻ്റെ വിഷയം അല്ലാഹു തആല പറഞ്ഞു. തൗഹീദില്ലേ ആ നോമ്പും ബാത്തിലാണ്, എല്ലാ അമലും ബാത്തിലാണ്. റമളാൻ മാസത്തിന് പോലും ജാടത്തങ്ങ പോയിരിക്കണ മനുഷ്യന്മാരുണ്ട്. നോമ്പ് നോറ്റ് രാവിലെ തന്നെ ടവലും കെട്ടിക്കാട് നേരെ പോകും അമ്പുളം ചാടത്തേക്ക്, അവിടെ പോയി കൂടുക. പിന്നെ എന്ത് കാര്യമുണ്ട്? നോമ്പ് നോറ്റിട്ടും ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ, അല്ലാഹുവില്ലാത്ത ദുആ ചെയ്യുന്ന ആളുകൾ, പിന്നെ എന്ത് കാര്യമുണ്ട്? അപ്പം റമദാൻ വിശ്വാസം ശരിയാക്കാൻ കൂടി പര്യാപ്തമാകണം, തൗഹീദ് ക്ലിയറാക്കാൻ കൂടി പര്യാപ്തമാകണം. അല്ലെങ്കിൽ ഈ കണ്ട എല്ലാ അമലും നഷ്ടമായി മാറും. തൗഹീദാണ് അടിത്തറ. തറ പൊളിഞ്ഞാൽ ബാക്കിയെല്ലാം പൊളിയും. തൗഹീദാണ് ജീവൻ. ജീവൻ പോയാൽ ബാക്കിയെല്ലാം നിശ്ചലമാകും. അതുകൊണ്ട് തൗഹീദ് ഊട്ടിയുറപ്പിക്കാൻ കൂടി ഈ വിശുദ്ധ റമദാൻ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ നന്മയിലും ഭാഗമാക്കുവാൻ, എല്ലാത്തിലും മുന്നേറാൻ അല്ലാഹു തആല നമുക്കെല്ലാം അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷ്യം പറയുന്ന മനുഷ്യന്മാരുണ്ട്, പ്രതികൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യം കെട്ടവരുമുണ്ട്. നമ്മൾ ഏതിലാവണം എന്നതിൽ സംശയമൊന്നുമില്ല. അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക. പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരണപ്പെട്ടു പോയ ധാരാളം സഹോദരങ്ങളുണ്ട്, ഒക്കെ നമ്മുടെ മനസ്സിൽ വേണം. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതേപോലെ നമ്മൾ ഇടപെടേണ്ട ഏതൊക്കെ മേഖലയുണ്ടോ അവിടേക്ക് നമ്മൾ ഇടപെടണം. അങ്ങനെ പരമാവധി നന്മകൾ നിറഞ്ഞ നന്മകളുടെ പൂക്കാലം എന്ന് നമ്മൾ ആലങ്കാരികമായി പറഞ്ഞാൽ പോരാ, അത് അങ്ങനെ തന്നെ ആക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ബറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.